ഔദുബില്ല ബിസ്മില്ല അൽഹംദുലില്ല. ഏറെ ആദരണീയനായ ഇന്നത്തെ ഇനാഗുറൽ സെഷനിലെ ചീഫ് ഗസ്റ്റ് ആയിട്ടുള്ള AIA കോളേജ് പ്രിൻസിപ്പൽ ആയിട്ടുള്ള ഡോക്ടർ മുഹമ്മദ് ഫവാസ് സാർ, അതോടൊപ്പം ഫോക്കസ് മുസ്തഖ്ബലിന്റെ കോർഡിനേറ്റ് ചെയ്യുന്ന അഡ്മിന്മാരായിട്ടുള്ള നസറുദ്ദീൻ സാർ, ഫജറുദ്ദീൻ സാർ, ഖാലിദ് സാർ തുടങ്ങിയിട്ടുള്ള അഡ്മിൻസ്, ഫോക്കസിന്റെ കുടുംബാംഗങ്ങളായിട്ടുള്ള ഫോക്കസ് മുസ്തഖ്ബലിന്റെ പ്രോഗ്രാമിന് വേണ്ടി കാത്തിരുന്ന് അതിന്റെ ഇനാഗുറൽ സെഷനിൽ എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട ഫോക്കസ് കുടുംബാംഗങ്ങളെ, വളരെ സന്തോഷം നിറഞ്ഞ അതിലേറെ സമാധാനത്തോടു കൂടിയാണ് സ്വസ്ഥമായിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു മീറ്റിംഗിൽ ഒരുമിച്ച് ചേർന്നിട്ടുള്ളത്. നമ്മൾ ഇന്നത്തെ ഈ ഫോക്കസ് മുസ്തഖ്ബലിന്റെ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ നിരന്തരമായ ആവശ്യം കാരണം കുറച്ചു മുമ്പ് തന്നെ അഡ്മിൻസും അതോടൊപ്പം നമ്മുടെ ചീഫ് ഗസ്റ്റ് അടക്കമുള്ള പ്രഗത്ഭരായ ഈ രംഗത്ത് നിറസാന്നിധ്യമായിട്ടുള്ള ആളുകളുടെ സഹായത്തോടു കൂടി നല്ലൊരു സിലബസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയും ആ സിലബസിന് ആവശ്യമായ എന്തെല്ലാം സംഗതികൾ കൂടെ ചേർക്കേണ്ടതുണ്ടോ അവയൊക്കെ കൂടെ ചേർത്തുകൊണ്ട് ഒരു 1 ഇയർ ഡിപ്ലോമ കോഴ്സിന് അത് ആരംഭിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്തിട്ടുള്ള സംഗതി. അതിന് കൂടെ തന്നെ ഇതൊരു സ്കിൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു അസൈൻമെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഈ ഒരു സെഷൻ തീരുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരു കൃത്യമായിട്ട് എന്താണോ ഫോക്കസ് മുസ്തഖ്ബൽ ലക്ഷ്യമിടുന്നത് ആ ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുവാനും നിങ്ങളുടെ ഏതൊക്കെ മേഖലയിൽ നമുക്ക് ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള ട്രെയിനിങ്ങും ലഭിക്കേണ്ടതുണ്ടോ അതിൻ്റെ ഒരു റിസൾട്ട് ആയിക്കൊണ്ട് എവിടൊക്കെ പ്ലേസ്മെന്റുകൾ ചെയ്യാൻ സാധിക്കുമോ, എവിടൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി ഉപയോഗപ്പെടുത്താൻ പറ്റുമോ അതിനുള്ള കവാടം കൂടി വിൻഡോസ് കൂടി തുറന്നു തന്ന് ഒരു ജോബ് ഹണ്ടിങ് അതിനുള്ള അവസരം ഒരുക്കി തന്ന് അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ കൈകളിൽ ഉണ്ടായിരിക്കേണ്ട വിഭവങ്ങളൊക്കെ കൈകളിൽ നൽകി ഇന്റർവ്യൂ എങ്ങനെ അഭിമുഖീകരിക്കണം, അതുപോലെ തന്നെ എങ്ങനെ നമ്മൾ ആ രൂപത്തിലെല്ലാ ഡയറക്ഷൻസും നൽകി ഈ ഒരു കോഴ്സ് കഴിഞ്ഞ് തീരുമ്പോഴേക്കും, ഡിപ്ലോമ കഴിഞ്ഞ് വരുമ്പോഴേക്കും നമ്മൾ ആഗ്രഹിക്കുന്ന രൂപത്തിൽ നമുക്ക് അനായാസം ഭാഷയെ ഉപയോഗപ്പെടുത്താനും അതോടൊപ്പം തന്നെ വളരെ കോൺഫിഡൻ്റ് ആയിക്കൊണ്ട് ഭാഷ സംസാരിക്കാനും കൈകാര്യം ചെയ്യാനും നമ്മൾ ഉദ്ദേശിക്കുന്ന പോസ്റ്റിലേക്ക് നമുക്ക് വളരെ വളരെ ഫ്രീ മൈൻഡോട് കൂടി നമുക്കതിൽ എത്തിച്ചേരാനുള്ള ഒരു വഴി ഒരുക്കി തരിക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതിന് വലിയ പ്രതീക്ഷയോട് കൂടി തന്നെയാണ് ഫോക്കസ് ഇത് മുസ്തഖ്ബൽ ആ രൂപത്തിൽ തന്നെ മുന്നോട്ട് വെക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ ആധികാരികമായി സംസാരിക്കേണ്ടത് ഇന്നത്തെ നമ്മുടെ ചീഫ് ഗസ്റ്റ് കൂടിയായിട്ടുള്ള കുനിയിൽ അൻവാറുൽ ഇസ്ലാം അറബിക് കോളേജിലെ പ്രിൻസിപ്പളും ഈ മേഖലയിൽ പ്രഗത്ഭനായിട്ടുള്ള, നേരത്തെ അറബി JRF കരസ്ഥമാക്കി, അറബി ഭാഷയിൽ PhD കരസ്ഥമാക്കി, ഡൽഹി ബേസ്ഡ് ഈ തരത്തിലുള്ള അറബി ഭാഷയും അതിന്റെ ഗവേഷണവുമൊക്കെയായി ബന്ധപ്പെട്ട മേഖലയിൽ നിറസാന്നിധ്യമായി അദ്ദേഹത്തിന്റെ ഡെസിഗ്നേഷനിലേക്ക് കടന്നു പോകുന്നില്ല, അതിലൂടെയൊക്കെ കടന്നുപോയി ഏറ്റവും നല്ല രൂപത്തിൽ കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വളരെ വ്യവസ്ഥാപിതമായി നടന്നുകൊണ്ടിരിക്കുന്ന മറ്റു ക്യാമ്പുകളുമൊക്കെ നിയന്ത്രിച്ച് അതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് ധാരാളം കുട്ടികൾക്ക് പ്രചോദനമായിക്കൊണ്ട് ധാരാളം ആളുകൾക്ക് വഴി കാണിച്ചുകൊണ്ട് ഈ മേഖലയിൽ സജീവ സാന്നിധ്യമുള്ള നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആവുമെന്ന് തോന്നിയിട്ടുള്ള ഒരു ഫാക്കൽറ്റിയാണ് നമ്മുടെ ഇന്നത്തെ ഇനാഗുറൽ സെഷനിൽ കടന്നു വരുന്നത്. വളരെ സന്തോഷത്തോടു കൂടി, വളരെ അഭിമാനത്തോടു കൂടി എല്ലാവർക്കും വേണ്ടി ഇന്നത്തെ ഈ സെഷന്റെ തുടക്കം കുറിച്ചുകൊണ്ട് നമ്മോട് ഇനാഗുറേറ്റ് ചെയ്തുകൊണ്ട് വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി വളരെ നേരത്തെ തന്നെ അതിനെല്ലാ ഒരുക്കങ്ങളുമായി പവർപോയിന്റ് പ്രസന്റേഷനോട് കൂടി തയ്യാറാക്കി എത്തിയിട്ടുള്ള, നമുക്കതിന്റെ സംസാരത്തിന്റെ അവസാനത്തിൽ ഇടപെടാനുള്ള സൗകര്യങ്ങളും ഇനിയിപ്പം പറ്റിയിട്ടില്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ടുള്ള സെഷനുകളിലൊക്കെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടാവും. അത്തരം ഒരു സാന്നിധ്യം വളരെ സന്തോഷം അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും വേണ്ടി ഹൃദ്യമായി നമ്മുടെ ഡോക്ടർ മുഹമ്മദ് ഫവാസ് സാറെ സ്വാഗതം ചെയ്യാണ്. വെൽക്കം സാർ. എല്ലാവർക്കും അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു ലിങ്കാണ്, ഒരു വഴിയാണ് ഈ ഒരു ചെറിയ ഗൂഗിൾ മീറ്റ് വഴി നൽകിയിട്ടുള്ളത്. ഈ ഫോക്കസ് മുസ്തഖ്ബലിനെ അടുത്തറിയാനും അതിനെ മനസ്സിലാക്കാനുള്ള ഒരു സാന്നിധ്യം, ഒരു സാഹചര്യം അത് പരിപൂർണമായി ഉപയോഗപ്പെടുത്താനും ഈ വൈകിയ 9 മണിയോടടുത്ത് രാവിലെ 9-ന് മുമ്പ് നമ്മളെ ക്യാമ്പസിൽ എത്തിയിട്ടുള്ള നമ്മൾ രാത്രി 9 ആയപ്പോഴേക്കും 9 കഴിഞ്ഞപ്പോഴേക്കും ചിലപ്പോൾ നമ്മുടെ എനർജി ലെവലൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അവിടെ ഇരുന്നൊന്ന് നന്നായിട്ടൊന്ന് ബ്രീത്ത് ചെയ്ത് ഒരുങ്ങിയിരുന്ന് നന്നായിട്ടൊന്ന് കേൾക്കാനുള്ള മനസ്സോട് കൂടി ഇരുന്ന് ആ രൂപത്തിൽ ഒരു ഒരുക്കം നടത്തി
തയ്യാറാവുക. കൂടുതലൊന്നും ഈ സമയത്ത് സംസാരിക്കുന്നില്ല. നമ്മൾ ഈ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് ഈ ഒരു പ്രോഗ്രാം അത് ഇനാഗുറേറ്റ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചീഫ് ഗസ്റ്റ് ആയിട്ടുള്ള പ്രൊഫസറെ ഹൃദ്യമായി സ്വാഗതം ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ജസാക്കുമുല്ലാ ഖൈർ, ബാറക്കല്ലാഹു ഫീക്കും, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. വെരി ഗുഡ് ഈവനിങ്. ഏറെ ബഹുമാനം നിറഞ്ഞ ഫോക്കസ് അക്കാഡമിയുടെ ഭാരവാഹികളായ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകനും കൂടിയായ ഡോക്ടർ സുലൈമാൻ സാർ, അതുപോലെ നസ്രുദ്ദീൻ സാർ, ഖാലിദ് സാർ, ഫജറുദ്ദീൻ സാർ, അങ്ങനെ തുടങ്ങി പ്രഗത്ഭരായ ഈ ഒരു വെബിനാർ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന, വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങളിൽ നിന്ന് ഈ ഒരു ലിങ്കിൽ ജോയിൻ ചെയ്ത് ഈ ഒരു വെബിനാർ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന 140-ൽ പരം വിദ്യാർത്ഥികൾ, ഉദ്യോഗാർത്ഥികൾ, അതുപോലെ റിസർച്ച് സ്കോളേഴ്സ് എല്ലാവരെയും ഹൃദ്യമായ ആദ്യം സ്വാഗതം ചെയ്യാണ്. അതുപോലെ തന്നെ ഈ ഒരു സെഷന്റെ ഭാഗമാകാൻ പറ്റിയതിൽ, ഈ ഒരു ഫോക്കസ് മുസ്തഖ്ബൽ എന്നുള്ള ഒരു വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം കൂടി രേഖപ്പെടുത്തുകയാണ്. ഇതിന്റെ ഇനാഗുറേഷന് വേണ്ടി ക്ഷണിച്ചതിലുള്ള സന്തോഷം രേഖപ്പെടുത്തുന്നു, നന്ദി പ്രത്യേകം അറിയിക്കുകയും ചെയ്യാണ്. തീർച്ചയായും ഫോക്കസ് മുസ്തഖ്ബൽ എന്നുമുള്ള ആശയം അത് ഉണ്ടാകുന്നത് തന്നെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം അറബി ഭാഷയിലെ പരമ്പരാഗതമായിട്ടുള്ള ഒരുപാട് ജോബ് സാധ്യതകളിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ ജോബ് സാധ്യതകൾ ഇന്നത്തെ ജോബ് മാർക്കറ്റിൽ അവൈലബിൾ ആയത് അറിയുക, മനസ്സിലാക്കുക, അതിനുവേണ്ടി ഉദ്യോഗാർത്ഥികളെ പ്രാപ്തരാക്കുക എന്നുള്ള നിലക്കാണ്. അപ്പൊ തീർച്ചയായും ഈ ഒരു ഫോക്കസ് മുസ്തഖ്ബൽ അക്കാഡമിക് രംഗത്ത് താല്പര്യപൂർവ്വം പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് അതല്ലാത്ത കരിയറും കൂടി ചൂസ് ചെയ്യാൻ, അവരുടെ അക്കാഡമിക് അല്ലാത്ത കരിയർ പ്രൊഫഷണൽ മേഖലകളിലേക്ക് കാലെടുത്തു വെക്കാനുള്ള ഒരു വലിയൊരു ചുവടുവെപ്പാണ്, എല്ലാ നിലക്കുള്ള വലിയൊരു ട്രെയിനിങ് ആണ് ഈ ഒരു ഫോക്കസ് മുസ്തഖ്ബൽ നൽകുന്നത്. തീർച്ചയായും അതിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഞാൻ അതിൻ്റെ ഒരു ഫോർമൽ ഇനാഗുറേഷൻ ഇപ്പോൾ നിർവഹിച്ചു എന്ന് എല്ലാവരും മനസ്സിലാക്കുക. അല്ലാതെ ദൈവനാമത്തിൽ ഈ ഒരു പ്രോഗ്രാമിൽ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. തീർച്ചയായും ഇതൊരു നല്ലൊരു തുടക്കമാവട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ സെഷനിലേക്ക് നമ്മൾ കടക്കാം. ഇന്നത്തെ സെഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് അറബി ഭാഷയുടെ ഗ്ലോബൽ സാധ്യതകളും അവസരങ്ങളും പറയാന്നുള്ളതാണ്. ഒരുപാട് പരിമിതികളുണ്ട്. ഒന്ന് ഓൺലൈനിലാണ്, പിന്നെ എല്ലാ ഭാഗങ്ങളും ഇങ്ങനെ പരാമർശിച്ച് പോവുക എന്നുള്ളത് മാത്രമേ നമുക്ക് ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് പറ്റുള്ളൂ. ഓൾറെഡി 9:15 ആയി. അപ്പോൾ കൂടുതലായി കഴിഞ്ഞാൽ ഒരു എക്സ്പോസ്റ്റിംഗ് ആവും എന്നുള്ളത് കൊണ്ട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മാക്സിമം പറയാവുന്നത് നമുക്ക് പറഞ്ഞ്, പിന്നെ ഇതിന്റെ ഒരു കോഴ്സിലേക്ക് കടക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദാംശങ്ങൾ ഉണ്ടാകും. ആ ഒരു സമയത്ത് നമുക്ക് വിശദമായി തന്നെ ഡിസ്കസ് ചെയ്യാം എന്നുള്ളതാണ് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ സ്ക്രീന് ഷെയർ ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് ഇതിൽ ഉള്ള പാർട്ടിസിപ്പൻസിനോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം, അത് നിങ്ങൾക്ക് ആൻസർ പറയാൻ പറ്റുന്നവർ മുഴുവൻ എന്ത് ചെയ്യുക, ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യുകയും ചെയ്യാം. അപ്പോ വൈ ഡിഡ് യു ചൂസ് അറബിക്, അത് 1 വേർഡിൽ നിങ്ങളൊന്ന് ചാറ്റ് ബോക്സിൽ ഇട്ടാൽ എനിക്കൊന്ന് ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് ആൻസേഴ്സ് ഉണ്ടാവും. ചിലപ്പം പാഷൻ ഉണ്ടാവും, ചിലപ്പം പാരൻസ് ത്രൂ ഇവിടെ എത്തിയിട്ടുണ്ടാവും, ഗൾഫിലെ ജോബ് ആലോചിച്ചിട്ടായിരിക്കും, അതുപോലെ നാട്ടിലെ ജോബ് ആലോചിച്ചിട്ടായിരിക്കും, ചിലപ്പോൾ ടീച്ചിങ്, ലിറ്ററേച്ചർ, ഇപ്പൊ ഖുറാൻ മനസ്സിലാക്കാൻ കുറെ പേര് ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ജോബാണ്. ചിലർ ലിറ്ററേച്ചർ പഠിക്കാൻ വേണ്ടിയിട്ട്, സാഹിത്യം പഠിക്കാൻ വേണ്ടിയിട്ട് വരും. ഓക്കെ, പലരും ഇൻട്രസ്റ്റിംഗ് ആണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇനി രണ്ടാമത്തെ ഒരു ചോദ്യം കൂടി ഞാൻ ചോദിക്കുകയാണ്. ഇഫ് യു നോ അറബിക് വെരി വെൽ, വാട്ട് ജോബ് ക്യാൻ യു ഗെറ്റ്? അതാണ് അടുത്തൊരു ചോദ്യം. നിങ്ങൾക്ക് നല്ലോണം ഞാൻ അറബി അറിയുകയാണെങ്കിൽ എന്ത് ജോബ് നിങ്ങൾക്ക് കിട്ടും? ഓക്കെ, ടീച്ചിങ് എല്ലാവരും ടൈപ്പ് ചെയ്യുന്നുണ്ട്. ടീച്ചർ, ട്രാൻസ്ലേറ്റർ, ഗൾഫ് ജോബ്, മേ ബി റിസർച്ചർ. ഇനി ഒരൊറ്റ ചോദ്യം കൂടി ഞാൻ ചേഞ്ച് ചെയ്യാണ്. വാട്ട് ഇഫ് യു കമ്പൈൻ അറബിക് വിത്ത് അനദർ സ്കിൽ? അറബിയും
വേറെ ഏതെങ്കിലും ഒരു സ്കില്ലും കൂടി കമ്പൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായിരിക്കും പോസിബിലിറ്റീസ് എന്ന് ആലോചിച്ചിട്ടുണ്ടോ? അപ്പൊ അറബിയും ബിസിനസ്സും, അറബിക്കും മീഡിയയും, അതുപോലെ തന്നെ അറബിക്കും ലോയും, അറബിക്കും ജേർണലിസവും, അറബിക്കും ടെക്നോളജിയും, അറബിക്കും ടൂറിസവും, ഇതൊക്കെ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ പോസിബിലിറ്റീസ് കുറച്ചുകൂടി ഒന്ന് വലുതാവുന്നത് കാണാം. അപ്പൊ എനിക്കിന്ന് ആക്ച്വലി കുറച്ചൊക്കെ പറയാനുള്ളത് ആ ഒരു കാര്യത്തെ പറ്റി കൂടിയാണ്. അപ്പോ എന്തൊക്കെയാണ് അറബി പഠിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ട്രഡീഷണൽ ആയ കോഴ്സുകൾ മാത്രം പഠിച്ച് അറബിയെ ഒരു സബ്ജക്റ്റായി ആ സബ്ജക്റ്റിലെ കേവലം പിന്നെ കരിയറുകൾ മാത്രം കണ്ട് നിൽക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും. അപ്പോൾ അവര് പിന്നെ ചിലപ്പോൾ ഒരു ഡിഗ്രി ബി എ അറബിക്ക്, എം എ അറബിക്ക്, അത് കഴിഞ്ഞ ഒരു ടീച്ചർ ആവാം, മാക്സിമം പോയ ട്രാൻസ്ലേറ്റർ ആവാമെന്ന് ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാവും. പക്ഷെ നമ്മൾ പലപ്പോഴും ചോദിക്കേണ്ട ഒരു ചോദ്യം, ഇന്നൊക്കെ എല്ലാവരും എല്ലാ സമയത്തും നമ്മൾ ചോദിക്കുക എന്താണ്, വാട്ട് ജോബ് ക്യാൻ അറബിക് ഗിവ് മീ? ഒരു എന്ത് ജോബാണ് അറബിക്ക് എനിക്ക് തരാൻ പറ്റുക എന്നുള്ളത് ആണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുള്ളത്. അറബി പഠിച്ചാൽ എനിക്ക് എന്താ, അറബി ഇങ്ങോട്ട് എന്ത് ജോബ് എനിക്ക് തരും? പക്ഷെ ഇനി നമ്മൾ പുതിയ കാലത്ത്, പ്രത്യേകിച്ച് ഈ കാലത്ത് നമ്മൾ ചിന്തിക്കേണ്ടത്, ടെക്നോളജിയുടെ കാലത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് വാട്ട് ക്യാൻ ഐ ബിൽഡ് വിത്ത് അറബിക് എന്നുള്ളതാണ്. അതായത് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ആണ്. എന്താണ് എനിക്ക് അറബി കൊണ്ട് ബിൽഡ് ചെയ്യാൻ പറ്റുക എന്നുള്ള ആ ഒരു ചിന്തയാണ്, ആ ഒരു മൈൻഡ് സെറ്റ് ആണ് തീർച്ചയായും നമ്മൾ പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പോ ഇന്നത്തെ ഒരു സെഷന്റെ ഒരു ആകത്തുകയായിട്ട് എനിക്ക് പ്രത്യേകം പറയാനുണ്ടെന്ന് പറഞ്ഞാൽ, ഒരു ഫോർമുല നിങ്ങൾ ഓർത്തു വെക്കുക, അറബിയും അറബിക് പ്ലസ് സ്കില്ല്, അപ്പോഴാണ് നല്ലൊരു കരിയർ ഉണ്ടാവുക. അതിൽ തന്നെ അറബിയും സ്കില്ലും പിന്നെ പ്ലസ് ടെക്നോളജി കൂടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഗ്ലോബൽ തരത്തിലുള്ള ഒരു കരിയർ തന്നെ നിങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോ ഞാനിപ്പോ അറബിക് പ്ലസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ എത്ര പേർക്ക് ഇതിൽ എന്തൊക്കെ ടൈപ്പ് ചെയ്യാൻ പറ്റും? അറബിക് പ്ലസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് കുറെ ഡിസിപ്ലിൻസ് അറിയാം. ഇപ്പം ലോ ഉണ്ട്, സോഷ്യൽ മീഡിയ ഉണ്ട്, AI ഉണ്ട്, ബിസിനസ് ഉണ്ട്, ടീച്ചിങ് ഉണ്ട്, ഇന്ന് നമുക്കെല്ലാം, അതായത് എന്തൊക്കെ ഇപ്പൊ നിങ്ങൾ അറബി അല്ലാത്ത, ഞാൻ ഇപ്പോൾ ഒരു ചോദ്യം ചോദിക്കുകയാണ്, വാട്ട് ഈസ് വൺ തിങ് യു എൻജോയ് അപ്പാർട്ട് ഫ്രം അറബിക്? എല്ലാവർക്കും അറബി ഇഷ്ടമാണ്. അറബിക്ക് അല്ലാതെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം എന്താണ്? ചിലപ്പം സോഷ്യൽ മീഡിയ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, ബിസിനസ് ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, ടീച്ചിങ് എന്നുള്ള ഒരു കല ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, സ്പോർട്സ് ഇവിടെ പറഞ്ഞു, കുറച്ച് പേര് ടൈപ്പ് ചെയ്യുന്നുണ്ട്, ഡിസൈനിങ് ഒരാൾ ടൈപ്പ് ചെയ്തു, അതുപോലെ എനിത്തിങ് എൽസ്, ട്രാവൽ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. ഓക്കെ, AI ഇഷ്ടപ്പെടുന്ന, സ്വാഭാവികമായിട്ട് AI കാലാണ്, പുതിയ പുതിയ ടൂളുകൾ വരുമ്പോൾ അതിങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് ആലോചിക്കുന്നവരുണ്ടാവും. ഇനി നിങ്ങൾ ആലോചിക്കേണ്ടത് അറബിക് പ്ലസ് എന്നുള്ള ആ ഒരു ഈ പറഞ്ഞ ഹോബിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമോ നിങ്ങളുടെ ഒരു പാഷൻ, അത് എങ്ങനെ അതും അറബിക്കുമായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ഒരു കോമ്പിനേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു പൊട്ടൻഷ്യൽ കരിയർ പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ. അറബിക് പ്ലസ് മീഡിയയോ, അറബിക് പ്ലസ് AIയോ, അറബിക് പ്ലസ് ട്രാൻസ്ലേഷനോ അതൊക്കെ ആക്കാം. അപ്പോ അറബിക് എന്നുള്ളതിനെ ഒരു കേവലം സ്കില്ല് മാത്രമാക്കാതെ അറബിക് എന്നുള്ളത് ഒരു അഡ്വാൻറ്റേജ് ആക്കി മാറ്റുക. നിങ്ങളുടെ കരിയർ ഏത് മേഖലയിലേക്ക് സ്വിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അറബിക് ഒരു അഡ്വാൻറ്റേജ് ആണ്. ഞാനിപ്പോ ബിസിനസ് ആണ് എന്റെ താല്പര്യം, MBA എടുത്തു പോകാനാണെങ്കിലും അവിടെ എനിക്ക് അറബിക് ആണെങ്കിൽ അതൊരു അഡ്വാൻറ്റേജ് ആണ്. ഏത് ഫീൽഡിലേക്ക് പോവുകയാണെങ്കിലും അറബിക് ഒരു അഡ്വാൻറ്റേജ് ആണ് എന്നുള്ള രീതിയിൽ നമ്മൾ ഒരുങ്ങുക. അതാണ് എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്. അപ്പൊ ആ ഒരു മൈൻഡ് സെറ്റ് ക്ലിയർ ആവാൻ വേണ്ടി ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞതുള്ളൂ. അപ്പൊ അറബിക്ക് നമ്മൾ ഹാർഡ് കോറിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് നമ്മൾ അറബിക്കിന്റെ ഒരു പിന്നെ മാർക്കറ്റ് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം 300 മില്യൺ പ്ലസ് ആളുകൾ ലോകത്ത് സംസാരിക്കുന്നുണ്ട്, 26 അറബിക് കൺട്രീസ് ഉണ്ട്, അതുപോലെ തന്നെ 3 ട്രില്യൺ ഡോളേഴ്സ് അധികം ജോബ് മാർക്കറ്റിൽ അറബിക് റിലേറ്റഡ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അത്രക്കും വലിയൊരു ജോബ് മാർക്കറ്റാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ള ഒരു ചിന്ത നമുക്ക് ആദ്യം ഉണ്ടാവാം. അറബിക് എന്ന് പറയുന്നത് ഒരു ജസ്റ്റ് ഒരു ലാംഗ്വേജ് മാത്രമല്ല, അതിൽ വ്യത്യസ്തങ്ങളായ മാർക്കറ്റിലേക്ക് നമുക്ക് ഇറങ്ങാൻ അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്, ഒരു ആക്സസ് ആണ് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ആദ്യമായിട്ട് ചിന്തിക്കാനുള്ളത്. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ ഒരു ആവർത്തനമാണ്, ഞാൻ ഓൾറെഡി സ്ലൈഡ് ഇല്ലാതെ ആ വിഷയം പറഞ്ഞു. അപ്പോ
നമുക്ക് ഏത് കോഴ്സ് ആണെങ്കിലും ഏത് ഡിഗ്രി ആണെങ്കിലും അതൊക്കെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. ഈവൻ ഈ ഒരു ഫോക്കസ് മുസ്തഖ്ബൽ എന്നുള്ളത് നിങ്ങൾക്കൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്, അതൊരു ഡെസ്റ്റിനേഷൻ അല്ല. അപ്പൊ നമ്മൾ ഇത്രയും കാലം ചോദിച്ചിരുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ എന്താണ് അറബി എനിക്ക് തരിക എന്നുള്ളതിനെക്കാട്ടിലും നമ്മൾ ഈ പുതിയ കാലത്ത് ചിന്തിക്കേണ്ടത് അറബി ഞാൻ എങ്ങനെ പിന്നെ ഈ മാർക്കറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പൊ പല ആളുകളും അറബീനെ മാർക്കറ്റ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പലരും നല്ല റീൽസ് എടുത്തിട്ട് പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പേഴ്സണൽ ബ്രാൻഡിങ്ങിലൂടെ നല്ല കരിയർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മളുടെ പ്രൊഫഷൻസി ഡെവലപ്പ് ആവുകയും ചെയ്യും. നമ്മളൊരു പബ്ലിക് ഫിഗർ ആക്കി, അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ഫീൽഡിൽ ഒരു ഫിഗർ ആയിക്കൊണ്ട് നമുക്ക് മാറാൻ പറ്റും. അപ്പൊ എല്ലാവരും ആ ഒരു സോഷ്യൽ മീഡിയയുടെ ഇൻസ്റ്റഗ്രാം ഒക്കെ നല്ലോണം ഉപയോഗിച്ചുകൊണ്ട് അറബി പറഞ്ഞുകൊണ്ട് അറബി കൊണ്ട് ഒരു മാർക്കറ്റ് നമ്മൾ സ്വയം ബിൽഡ് ചെയ്യാൻ, ആ ഒരു കാര്യമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഇനി ജോബ് അവന്യൂസിലേക്ക് വരാൻ നമ്മൾ അധികം നീട്ടിപ്പരത്തി പോകുന്നില്ല. ജോബ് അവന്യൂസിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, ടീച്ചിങ് സെക്ടർ അല്ലെങ്കിൽ അക്കാഡമിക് സെക്ടർ ആണ്, മറ്റൊന്ന് പ്രൊഫഷണൽ സെക്ടർ ആണ്. ടീച്ചിങ് സെക്ടറിലുള്ള ജോബ്സ് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഇങ്ങോട്ടേക്ക് ക്ലാസ് എടുത്തു തരാൻ പറ്റിയ ആളുകളാണ്. കാരണം അത്രയ്ക്കും ഫോക്കസിലെ മെമ്പേഴ്സും കൂടി ആയിട്ടുള്ള ഒരുപാട് പേരുണ്ടാവും. അപ്പൊ അവർക്കൊക്കെ പിന്നെ ടീച്ചിങ്ങിന്റെ സാധ്യതകളൊക്കെ അറിയാം. അതുകൊണ്ട് ടീച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറയുന്നില്ല. ഇനി പ്രൊഫഷണൽ മേഖലകളിലുള്ള ജോബ് സാധ്യതകൾ ഏതൊക്കെയാണ്, ഇന്ത്യയിലും അബ്രോഡിലും നമുക്ക് സാധ്യതകൾ അവസരങ്ങൾ ഏതൊക്കെയാണുള്ളത് എന്നുള്ളതാണ്. അതിൽ ട്രാൻസ്ലേഷൻ ആണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷെ ട്രാൻസ്ലേഷന്റെ അകത്ത് വ്യത്യസ്തങ്ങളായ ഉപശാഖകൾ ഉണ്ടെന്നുള്ളതും അതുപോലെ തന്നെ അതിനകത്ത് സ്പെഷ്യലൈസേഷൻസ് ഉണ്ട് എന്നുള്ളതും കൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ജനറൽ ആയിട്ടുള്ള ട്രാൻസ്ലേഷൻസ് ഉണ്ട്, ലീഗൽ ഉണ്ട്. ഏറ്റവും കൂടുതൽ ജോബ് മാർക്കറ്റിൽ സാധ്യതകളുള്ള ഒരു മേഖലയാണ് ലീഗൽ ട്രാൻസ്ലേഷൻ. ഏകദേശം ആവറേജ് UAE ഒരു റെക്കഗ്നൈസ്ഡ് അക്രഡിറ്റഡ് ലീഗൽ ട്രാൻസ്ലേറ്ററുടെ സാലറി 2 to 3 lakh ആണ് പെർ മന്ത് എന്നതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഡാറ്റ തന്നെ പുറത്തു വിട്ടിട്ടുള്ളത്. അത് ലീഗൽ ട്രാൻസ്ലേറ്റർ നമ്മളിന്ന് ഉപയോഗിക്കുന്ന നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് മുതൽക്ക് നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് മുതൽക്ക് എല്ലാം ലീഗൽ ഡോക്യുമെന്റ് ആണ്. ഏറ്റവും കൂടുതൽ ലീഗൽ ഡോക്യുമെന്റ് ട്രാൻസ്ലേഷൻസ് നമുക്ക് അവൈലബിൾ ആയിട്ട് നമുക്ക് ഗൾഫ് ജോബ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതുപോലെ ജുഡീഷ്യൽ ഡോക്യുമെന്റ് ട്രാൻസ്ലേഷൻ, ടെക്നിക്കൽ ഡോക്യുമെന്റ് ട്രാൻസ്ലേഷൻ, ഓഡിയോ വിഷ്വൽ ട്രാൻസ്ലേഷൻ, തർജമ സമഇയ്യ ബസരിയ എന്ന് പറയുന്ന ഇന്ന് ഏറ്റവും കൂടുതൽ പുതിയ കാലഘട്ടത്തിൽ ആമസോൺ പ്രൈമും അതുപോലെ തന്നെ നെറ്റ്ഫ്ലിക്സും ഒക്കെ ഈ ഓഡിയോ വിഷ്വൽ ട്രാൻസ്ലേറ്റേഴ്സിനെ ഹണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ നമുക്ക് സബ് ടൈറ്റിൽ ആർട്ടിസ്റ്റ് ആയിട്ടോ, അതല്ലെങ്കിൽ നമുക്കൊരു ഓഡിയോ ഡിസ്ക്രിപ്ഷൻ ചെയ്യാനോ, അതല്ലെങ്കിൽ നമുക്കൊരു പിന്നെ ഡബിങ് ആർട്ടിസ്റ്റ് വഴിട്ടോ അല്ലെങ്കിൽ വോയിസ് ഓവർ കൊടുക്കാനോ ഒക്കെ നമ്മൾക്ക് അവസരങ്ങളുണ്ട്. അതിന് നമുക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ ലാംഗ്വേജിന്റെ കൂടെ തന്നെ സ്കില്ലും അതിന്റെ കൂടെ ടെക്നോളജിയും കൂടി നമുക്ക് വേണം. അതുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഈ മേഖലകളിലേക്ക് പോവാം. അപ്പൊ ഓഡിയോ വിഷ്വൽ ട്രാൻസ്ലേഷനിലേക്ക് പോവാം. നിങ്ങൾക്ക് നല്ല സ്കില്ലുണ്ട്, നിങ്ങൾക്ക് IT ഭയങ്കര ഇഷ്ടമാണ്, നിങ്ങൾക്ക് പിന്നെ എഡിറ്റിംഗ് ഭയങ്കര ഇഷ്ടമാണ്, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പിന്നെ ഈ പുതിയ ടെക്നോളജികൾ ഉപയോഗിച്ചിട്ടുള്ള ടൂളുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സബ് ടൈറ്റിൽ ആർട്ടിസ്റ്റ് ആവാനുള്ള ഒരു ടൂൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അറബി അറിയാം എങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിലുള്ളത് അറബിയിലേക്കും മലയാളത്തിലുള്ളത് ഡയറക്റ്റ് ആയിട്ട് അറബിയിലേക്കും ആക്കാം. ഇപ്പൊ അറബിയിലുള്ള മലയാളത്തിലുള്ള മൂവീസ് പലതും അറബിയിൽ നമുക്ക് കാണാൻ പറ്റും. അതൊക്കെ കാണാൻ പറ്റുന്നത് ഇംഗ്ലീഷിലൂടെ വന്ന ട്രാൻസ്ലേഷൻസും സബ് ടൈറ്റിൽസും ആണ്. എന്തുകൊണ്ട് അത് ഡയറക്റ്റ് ആയിട്ട് ചെയ്തുകൂടാ? നമ്മൾ ആലോചിക്കാവുന്നതാണ്. അത് നമ്മൾക്ക് അങ്ങനെ ഒരു അവസരം തുറന്നുകൂടായില്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഓഡിയോ വിഷ്വൽ ട്രാൻസ്ലേഷന്റെ ഇൻഡസ്ട്രി ഇപ്പോഴും വളരെ സ്ട്രോങ് ആയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇന്റർപ്രിട്ടേഷൻ മറ്റൊരു ഏരിയ ആണ്, നമുക്ക് എല്ലാവർക്കും അറിയണതാണ്, അത് ഞാൻ അധികം പറയുന്നില്ല. അക്കാഡമിക്കും ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള കോർപ്പറേറ്റ് സെക്ടറിലുള്ള ഒരുപാട് ടൈപ്പ് ഓഫ് ഇന്റർപ്രിട്ടേഷൻസ് ഉണ്ട്. നമ്മൾ കോൺഫറൻസിൽ കാണുന്ന ഇന്റർപ്രിട്ടേഷൻ അല്ലാതെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻ ഉണ്ട്. അതുപോലെ തന്നെ കോർപ്പറേറ്റ് സെക്ടറിൽ പല ബിസിനസ് കമ്പനികളും മൾട്ടിനാഷണൽ കമ്പനികളുടെ ഒക്കെ മീറ്റിങ്ങുകളിൽ കോർപ്പറേറ്റ് സെക്ടറിൽ നമുക്ക് ഇന്റർപ്രിട്ടേഷന്റെ റോൾ ഉണ്ട്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന രണ്ട് മേഖലയാണ്, ട്രാൻസ്ലേഷൻ, ഇന്റർപ്രിട്ടേഷൻ. ഞാൻ അതൊന്ന് വിശദമായി പറഞ്ഞെന്ന് മാത്രം. ഇനി കോണ്ടന്റ് റൈറ്റിങ്ങും സ്ക്രിപ്റ്റ് റൈറ്റിങ്ങും അത് AI വന്നാലും നമ്മൾക്ക് ഒരിക്കലും പൂർണ്ണമായിട്ടും ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റാത്തൊരു ഒരു മേഖലയല്ല. ഏത് ബിസിനസ് എത്ര വലിയ സ്ട്രാറ്റജിസ്റ്റ് ആണെങ്കിലും എത്ര വലിയ പിന്നെ കമ്പനി ആണെങ്കിലും അതിന്റെ കീ സ്ട്രാറ്റജി ഉണ്ടാക്കാനുള്ള നല്ല കോണ്ടന്റ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ AI സാധ്യതകൾക്ക് ഉപയോഗപ്പെടുത്തി അതിന്റെ ഒരു ഹ്യൂമൻ ഇന്റർവെൻഷൻ കൂടി നടത്താൻ കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് വിജയിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ഹ്യൂമൻ ട്രാൻസ്ലേറ്ററുടെ റോൾ അവിടെ ഉണ്ട്, അതല്ലെങ്കിൽ ഹ്യൂമൻ സബ്ജക്ട് എക്സ്പേർട്ടിന്റെ റോൾ അവിടെ ഉണ്ട്. അതുകൊണ്ട് കോണ്ടന്റ് സ്ക്രിപ്റ്റ് റൈറ്റിങ്ങും
വളരെ പ്രധാനമാണ്. അതിന് AI വന്നാലും നമ്മൾക്ക് ഒരു പിന്നെ നല്ലൊരു കോണ്ടന്റ് റൈറ്ററെ ആവശ്യം കമ്പനികൾക്കുണ്ട്. അതിന്റെ ഒരു വോള്യം ചിലപ്പം കുറഞ്ഞേക്കാം, പക്ഷെ ആ ഒരു ജോബ് പൂർണ്ണമായിട്ടും പോയി എന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അതാണ് ഒന്നാമത്തെ മറ്റൊരു നിങ്ങൾക്ക് അറിയാത്തൊരു, പക്ഷെ നിങ്ങൾ അത്ര ശ്രദ്ധിക്കാത്ത ഒരു അറബി ജോബിന്റെ മറ്റൊരു മേഖല. പിന്നെ കോണ്ടന്റ് മോഡറേഷൻ ആണ്. നമ്മൾ പല സോഷ്യൽ മീഡിയകളിലും ഉപയോഗിക്കുന്ന കോണ്ടന്റ് എന്താണ്, അവരുടെ പിന്നെ സ്ഥാപനത്തിന്റെ അതല്ലെങ്കിൽ അതിന്റെ കമ്പനിയുടെ പോളിസിക്ക് യോജിച്ചതാണോ നോക്കിയിട്ട് അതിന്റെ പോളിസിക്ക് എതിരാണെങ്കിൽ അത് ഒഴിവാക്കുന്ന, അങ്ങനെ കോണ്ടന്റിനെ മോഡറേറ്റ് ചെയ്യുക. അത് നല്ലതാണോ ചീത്തയാണോ നോക്കി മോഡറേറ്റ് ചെയ്യുന്നതാണ്. അത് ഇന്ന് പല കമ്പനികളും ഇന്ന് ഔട്ട്സോഴ്സ് ചെയ്യുന്ന കമ്പനികളും അതുപോലെ തന്നെ പിന്നെ ശരിക്കുള്ള ഗൂഗിള്, യൂട്യൂബ്, ഫേസ്ബുക്ക് പോലെയുള്ള കമ്പനികളിലൊക്കെ നമുക്ക് ഈ ഒരു പ്രോസസ്സാണ് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ കോപ്പി റൈറ്റിങ്ങും ആക്ച്വലി അഡ്വർടൈസ്മെന്റ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് കോപ്പി റൈറ്റിങ്ങും നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ട്രാൻസ്ക്രിപ്ഷൻ മറ്റൊരു മേഖലയാണ്. ഞാൻ നേരത്തെ ഈ ഓഡിയോ വിഷ്വലിൽ സൂചിപ്പിച്ചു. ഓഡിയോ അതുപോലെ തന്നെ റിപ്പോർട്ടുകളൊക്കെ നമുക്ക് ട്രാൻസ്ക്രിപ്ഷൻ ചെയ്യാം. ഇനി മറ്റൊരു മേഖല എന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽ മേഖലയിലുള്ള പ്രൂഫ് റീഡിംഗ് ആൻഡ് എഡിറ്റിംഗ് ആണ്. പ്രൂഫ് റീഡിങ്ങും എഡിറ്റിങ്ങും ഇന്ന് ഏറ്റവും കൂടുതൽ നമുക്ക് ജോബ് സാധ്യതകൾ നൽകുന്നതാണ്. പ്രൂഫ് റീഡിങ്ങും എഡിറ്റിങ്ങും പബ്ലിക്കേഷൻ ഇൻഡസ്ട്രിയിലും അതുപോലെ തന്നെ റിസർച്ച് മേഖലകളിലൊക്കെ ലാംഗ്വേജിന്റെ ഒരു ജോബ് സാധ്യതയാണ്. അതുപോലെ തന്നെ കസ്റ്റമർ കെയർ ആണ് നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട മറ്റൊരു മേഖല എന്നുള്ളത്. കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ്സ് ആയിട്ട് ഇന്ന് ഗൾഫിലും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലും ഒക്കെ ബാക്ക് എൻഡ് ഓഫീസുകൾ നമ്മുടെ നാട്ടിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയൊക്കെ നമുക്ക് പിന്നെ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവായി അതുപോലെ തന്നെ HR എക്സിക്യൂട്ടീവായിട്ടൊക്കെ നമുക്ക് ഈ മേഖലയിൽ വർക്ക് ചെയ്യാൻ പക്ക അറബിക് റിലേറ്റഡ് ആയിട്ടുള്ള ജോബാണ്. അതുപോലെ റിസർച്ച് ഡോക്യുമെന്റേഷനിൽ എക്സിക്യൂട്ടീവ്സ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യാൻ പറ്റും. ഇതൊരു ട്രഡീഷണൽ ആയ ജോബാണ്, പക്ഷെ നമ്മൾ അത്ര എക്സ്പ്ലോർ ചെയ്യാത്ത ജോബാണ്. അതുകൊണ്ടാണ് ആ ഒരു റിസർച്ച് ഡോക്യുമെന്റേഷനിലുള്ള ലാംഗ്വേജ് എക്സ്പേർട്ടിന്റെ ജോബ് എന്നുള്ളത്. ഇന്ന് ഏറ്റവും കൂടുതൽ ഗൾഫിലേക്ക് PROമാരെ ഹയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇപ്പോ കൂടുതലും ഹയർ ചെയ്യുന്നത് ഗൾഫിലുള്ള കമ്പനികളുടെ ബാക്ക് എൻഡ് ഓഫീസ് കേരളത്തിൽ, ഇപ്പൊ തൃശ്ശൂർ, ഇപ്പോൾ കൊച്ചിയിൽ, കോഴിക്കോടൊക്കെ ഒരുപാട് PROമാരെ ആവശ്യമായിട്ടുണ്ട്. അവിടെ പബ്ലിക് റിലേഷൻ ഓഫീസേഴ്സ് ആയിട്ട് അവരുടെ കമ്പനി ഗൾഫിലായിരിക്കും. അതിന്റെയൊക്കെ പിന്നെ ബാക്ക് എൻഡ് വർക്കുകളിലെ PR റിലേറ്റഡ് ആയിട്ടുള്ള വർക്കുകളൊക്കെ PRും കമ്മ്യൂണിക്കേഷനും രണ്ടും, ഈവൻ കസ്റ്റമർ കെയർ, ഇതെല്ലാം തന്നെ അടങ്ങുന്ന നമ്മൾ അതിന്റെ ഡിജിറ്റൽ മീഡിയ സാധനങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൂടി ചെയ്യുന്ന റോളിലുള്ള PRO ഓപ്പർച്യൂണിറ്റീസ് ഇന്ന് ഏറ്റവും കൂടുതൽ ഉണ്ട്. ഇപ്പൊ തൃശ്ശൂരൊക്കെ ഒരുപാട് കമ്പനി അത് വർക്ക് ചെയ്യുന്നുണ്ട്. കൊച്ചിയിൽ അനലിറ്റിക്സ് എന്ന് പറഞ്ഞ കമ്പനി ഈ പബ്ലിക് റിലേഷൻ അത് PROമാരെ കാര്യമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ അവർ ഗൾഫിലേക്ക് അവരുടെ കമ്പനിയിലേക്ക് തന്നെ അയക്കും. അതുപോലെ തന്നെ ഇന്ന് കൂടുതലായിട്ടും ഗൾഫിൽ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പോസ്റ്റാണ് അറബി അറിയാവുന്ന ഓഫീസിലെ പിന്നെ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് ആയിട്ടും അതുപോലെ തന്നെ റിസപ്ഷനിസ്റ്റ് ആയിട്ടും ഓഫീസ് സെക്രട്ടറി ആയിട്ടും ഡിസൈനേഴ്സ് ആയിട്ടും ടൈപ്പിസ്റ്റ് ആയിട്ടും ഒക്കെ ഉള്ള ജോബ് എന്നുള്ളത്. ഇതും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. നമുക്ക് വളരെ ഈസിലി നമുക്ക് എത്തിപ്പിടിക്കാവുന്ന മേഖലയാണ്. ഇത്രയാണ് ഞാനൊരു കുറച്ച് പ്രൊഫഷണൽ അവന്യൂസ് എന്ന് പറയാനുള്ളത്. ഇതിൽ ഇനിയിപ്പോ പിന്നെ വിസിബിളി ഞാൻ ആഡ് എന്നാൽ ഇന്ന് നമ്മൾക്ക് സാധ്യതയായിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് മെഡിക്കൽ ഇന്റർപ്രിട്ടേഷൻ ചെയ്യുന്ന മെഡിക്കൽ ഇന്റർപ്രിറ്റർ ആണ്. അല്ലെങ്കിൽ മെഡിക്കൽ ട്രാൻസ്ലേഷൻ ഫീൽഡിൽ നമ്മൾ ഇന്നത്തെ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിലും അതുപോലെ തന്നെ മെഡിക്കൽ ടൂറിസം രംഗത്തും ഉള്ള അറബി ഭാഷ സാധ്യതകളാണ്. അതിന്ന് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ എല്ലാ ഹോസ്പിറ്റലുകളിലും കോഴിക്കോട്, കൊച്ചി ബേസ് ചെയ്തുകൊണ്ട് വളരെ പിന്നെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്ക് ഇന്ന് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ പിന്നെ അറബ് നാടുകളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒമാനിൽ നിന്നും അതുപോലെ തന്നെ UAE നിന്നൊക്കെ ഒരുപാട് ആളുകൾ പേഷ്യൻസ് പല ട്രീറ്റ്മെന്റിനുമായിട്ട് പല മേഖലകളിലും പല്ല്, കണ്ണ്, അങ്ങനെ തുടങ്ങിയ എല്ലാ മേഖലകളിലും ഇപ്പൊ ഏറ്റവും കൂടുതൽ വരുന്നത് ഫിസിയോതെറാപ്പിക്കാണ്. അപ്പൊ ഈ സ്ട്രോക്ക് വന്ന ആളുകൾക്കൊക്കെ ഉള്ള ഫിസിയോതെറാപ്പി ഇങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ എല്ലാ ആസ്റ്ററിന്റെ ഹോസ്പിറ്റലുകളിലും അതുപോലെ സ്റ്റാർ കെയർ അതുപോലെ മൈത്ര നമ്മുടെ പിന്നെ
കോഴിക്കോടുള്ള ബേബി മെമ്മോറിയൽ, ഇങ്ങനെ കൊച്ചിയിൽ ഒരുപാട് ഹോസ്പിറ്റലുകളുണ്ട്. ഈ ഹോസ്പിറ്റലുകളിലൊക്കെ നമുക്ക് അറബിക് ലാംഗ്വേജ് എക്സ്പേർട്ടിനെ അവിടെ ആവശ്യമായിട്ടുണ്ട്. പൊക്കാക്ക എല്ലാ ഇന്റർനാഷണൽ പ്രൊസീജിയേഴ്സും ചെയ്യാനും അതുപോലെ തന്നെ ഒരു രോഗിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പേഷ്യന്റായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ഡോക്യുമെന്റേഷൻ ചെയ്യാനൊക്കെ നല്ല ഒരു പിന്നെ ജോബ് മാർക്കറ്റ് ഉണ്ട്. പക്ഷെ ഇന്നിപ്പോ അത് പിന്നെ എന്താ പറയാ, കൂടുതലും ഇന്റേൺസിനെയും ഒക്കെ വെച്ചിട്ട് നമുക്ക് അതിന്റെ ഒരു പിന്നെ ജോബിന്റെ ഒരു റവന്യൂ, ജോബിന്റെ ഒരു മൂല്യം ആ നിലക്ക് കുറച്ചൊക്കെ ഹോസ്പിറ്റലുകൾ അങ്ങനെ കുറയ്ക്കുന്നുണ്ട്. അതായത് നല്ല പ്ലേസ്മെന്റ് കൊടുക്കാതെ മാക്സിമം ഇന്റേൺസിനെ വെച്ചുകൊണ്ട് ആ ഒരു മേഖല കൊണ്ടുപോകുന്നുണ്ട്. എന്നാലും നമ്മൾക്ക് ഒരു കമ്മ്യൂണിക്കേഷനും നല്ലൊരു സ്കില്ലും ഉണ്ടാകാൻ തുടക്കക്കാർ എന്നുള്ള നിലയ്ക്ക് പ്രൊഫഷണൽ മേഖലയിലേക്ക് ഇറങ്ങി ചെല്ലുന്നവർക്ക് ഏറ്റവും വലിയൊരു ഗേറ്റ് വേ ആണ് ഹോസ്പിറ്റലിലുള്ള ഇന്റേൺഷിപ്സും അതുപോലെ തന്നെ ഈ മെഡിക്കൽ ടൂറിസത്തിലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റി എന്നുള്ളത്. അതുപോലെ തന്നെ ഇന്ന് നമുക്ക് ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിൽ നല്ല സാധ്യതകളുണ്ട്. മൂന്നാർ, വയനാടൊക്കെ നല്ലോണം വിസിറ്റേഴ്സ് അറബ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരുടെ ഹോട്ടൽ ബുക്കിംഗ് മുതൽക്ക് എയർപോർട്ടിലെ റിസപ്ഷനും കംപ്ലീറ്റ് ടൂർ പാക്കേജുകളൊക്കെ ചെയ്തു കൊടുക്കുന്നതിന് ഈ 5 സ്റ്റാറും 3 സ്റ്റാറും 4 സ്റ്റാറും ഒക്കെ ആയിട്ടുള്ള നല്ല ഹോട്ടലുകളൊക്കെ അറബിക് ലാംഗ്വേജ് എക്സ്പേർട്ടിനെ കേരളത്തിൽ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇത് ഒരു പ്രൊഫഷണൽ അവന്യൂ ആണ്, ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, പക്ഷെ ഇറ്റ്സ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ഇനി ലെറ്റ്സ് ക്വിക്ലി ലുക്ക് അറ്റ് ദി മേജർ സെക്ടേഴ്സ്. ഏതൊക്കെയാണ് മേജർ സെക്ടേഴ്സ് എന്നുള്ളത്? അപ്പോൾ ഓൾറെഡി അറിയാവുന്നതാണ് ഏതൊക്കെ മേഖലകളിൽ നമുക്ക് അറബി ജോബ് എത്തിപ്പിടിക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് നമുക്ക് പിന്നെ എംബസിന്ന് തന്നെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. എംബസിയിൽ ഇപ്പൊ ഗൾഫിൽ നമുക്ക് എംബസികളിൽ ഇന്ത്യൻ എംബസികളിൽ വർക്ക് ചെയ്യാം. അതുപോലെ നമ്മുടെ നാട്ടിൽ ഡൽഹിയിൽ എംബസികളിൽ വർക്ക് ചെയ്യാൻ പറ്റും. പല അറബ് രാഷ്ട്രങ്ങളുടെ എംബസികളിൽ അറബിക് ലാംഗ്വേജ് എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾ ആവശ്യമാണ്. പക്ഷെ ഇന്ത്യയിലുള്ള കൂടുതൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹിന്ദി അറിയാവുന്ന ആളുകളെയാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. പക്ഷെ സ്റ്റിൽ നമുക്ക് പിന്നെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഏതായാലും ഡൽഹി ബേസ് ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു സാധ്യത ഉണ്ട്. ഇത് ഏറ്റവും കൂടുതൽ നമ്മൾക്ക് അറബി ഭാഷ പഠിച്ച ആളുകൾക്ക് ജോബ് കിട്ടുന്നത് മൾട്ടിനാഷണൽ കമ്പനീസിലാണ്, MNCസും അതുപോലെ തന്നെ കോർപ്പറേറ്റ് ഹൗസസിലാണ്. അതുമായി ബന്ധപ്പെട്ട് ഒന്ന് വിശദീകരിക്കാം. നമ്മൾ അടുത്ത സ്ലൈഡിലേക്കാണ് പോകുന്നത്. ട്രാവൽ ആൻഡ് ടൂറിസം കമ്പനീസ്, ഇവിടെ ഓൾറെഡി നമുക്ക് പല ട്രാവൽ ആൻഡ് ടൂറിസം കമ്പനീസിലും അറബിക് ലാംഗ്വേജ് എക്സ്പേർട്ടിന് ആവശ്യമാണ്. ഫിനാൻസ്, ബാങ്കിങ് മേഖലയിലേക്ക് നമുക്ക് ട്രാൻസ്ലേഷൻ ആയിട്ടും അതുപോലെ തന്നെ മറ്റ് ഓഡിറ്ററായിട്ടും ഡോക്യുമെന്റ് എക്സിക്യൂട്ടീവ് ആയിട്ടും ഒക്കെ നമുക്ക് ജോബ് ചെയ്യാം. ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിലും പബ്ലിഷിംഗ്, IT, ഏവിയേഷൻ, പ്രസ്, മീഡിയ, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കൺസൾട്ടൻസീസ്, കോർട്ട്, ലോ ഫേംസ്, എക്സ്പോർട്ട് ഹൗസസ്, ലോജിസ്റ്റിക്സിൽ നിന്ന് അറബിക്കിന് പിന്നെ വലിയ സാധ്യതകളാണ് ലോജിസ്റ്റിക്സ് മേഖലയിലുള്ളത്. ഗൾഫിലൊക്കെ ഒരുപാട് പേർക്ക് ജോബ് കിട്ടുന്നത് ലോജിസ്റ്റിക് ഫേംസിലാണ്. അപ്പോൾ കുറച്ചു മുമ്പ് ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള അറബിക് ലാംഗ്വേജ് എക്സ്പേർട്ട് പിന്നെ ഒരു കോർപ്പറേറ്റ് അനുഭവം പറഞ്ഞതിൽ പ്രത്യേകം എടുത്തു പറഞ്ഞത്, പല സെക്ടറുകളെയും AI ഹിറ്റ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കുറവായിട്ട് AI ഇമ്പാക്ട് ഇല്ലാത്ത, കൂടുതൽ എന്താ പറയാ ലേ ഓഫ് ജോബ് ആളുകൾ പിരിച്ചുവിടാത്തൊരു മേഖല എന്ന് പറയുന്നത് ലോജിസ്റ്റിക് മേഖലയിലാണ്. അപ്പോൾ അത് അദ്ദേഹം എടുത്തു പറഞ്ഞൊരു സംഗതിയാണ്. അപ്പൊ അങ്ങനെ നമുക്ക് ഈ എക്സ്പോർട്ട് ഹൗസസിലും അതുപോലെ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഫേംസിലൊക്കെ അറബി പഠിച്ച സെല്ലർ സപ്പോർട്ടായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഇത് മേജർ സെക്ടറാണ്. ഇതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റിയ, എപ്പോഴും നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റിയ ഒരു ഇന്ത്യൻ ജോബ് മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു സാധനമാണ്. ഇന്ത്യൻ ജോബ് മാർക്കറ്റ് നമുക്ക് ഒരുപാടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഹൈലി പെയ്ഡ് ആയിട്ടുള്ള ഒരു ജോബ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു റീസണബിൾ പേ നൽകുന്ന ഒരു ജോബ് മാർക്കറ്റ് എന്ന് പറയുന്നത് മൾട്ടിനാഷണൽ കമ്പനീസ് ആണ്. അത് എസ്പെഷ്യലി വളരെ കുറഞ്ഞ ക്വാളിഫിക്കേഷൻ മതി. അത് ഡിഗ്രിയും PGയും MPhilഉം PhD ഒന്നും വേണ്ട. വെറും ഡിഗ്രി ഉണ്ടെങ്കിൽ, ഇനി ഡിഗ്രി ഇല്ലെങ്കിലും നമ്മൾ മിനിമം ക്വാളിഫിക്കേഷൻ നമുക്ക് ലാംഗ്വേജ് എക്സ്പെർട്ടസ് ഉണ്ടെങ്കിൽ, ഡിപ്ലോമ ആണെങ്കിൽ നമുക്കൊരു പക്ഷെ നമുക്ക് കയറി പറ്റാം. അവിടെ നമുക്ക് പല പേരിലാണ് ഓപ്പണിങ്സ് ചെയ്തത്. അത് ട്രാൻസ്ലേറ്റർ എന്ന് പറഞ്ഞു വരും, ഇന്റർപ്രറ്റർ എന്ന് പറഞ്ഞു വരും, കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞു വരും, കോണ്ടന്റ് റൈറ്റർ, മോഡറേറ്റർ, എഡിറ്റർ, അറബിക് ലാംഗ്വേജ് എക്സ്പേർട്ട്, സ്പെഷ്യലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പരസ്യം വരിക, ആഡ് വരിക. അവിടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രഷേഴ്സ് ആയിട്ടുള്ള ആളുകൾക്കും അതിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്നുള്ളത്. അപ്പൊ ഇന്ന് ഒരുപാട് കമ്പനീസ് പല നഗരങ്ങളിലായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. നമുക്ക് പ്രമുഖ കമ്പനികൾ എന്ന് പറഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനീസ് എന്ന് പറയുന്നത് ആമസോണും ഫേസ്ബുക്കും ആക്സെഞ്ചറും ടാറ്റ കൺസൾട്ടൻസി, ഗൂഗിള്, കോഗ്നിസന്റ്, ഇതൊക്കെ മൾട്ടിനാഷണൽ കമ്പനീസ് ആണ്. ഇതിലൊക്കെ അറബിക് ലാംഗ്വേജ് എക്സ്പേർട്ടിന് ആവശ്യമാണ്. അതിൽ 30, 35, 60, 55, 60 വരെ ബേസിക്സ് കൊടുക്കുന്ന
ബേസിക് സാലറി കൊടുക്കുന്ന കമ്പനികളുണ്ട്. അതിൽ ആമസോൺ ആണ് അതിൽ ഏറ്റവും ഹയസ്റ്റ് പേ നൽകുന്നത്. ഈ കമ്പനികളൊക്കെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത്രയും അട്രാക്ഷൻസ്, ഇത്രയും ബെനഫിറ്റ്സ് ഈ മൾട്ടിനാഷണൽ കമ്പനികളിൽ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോ അറബി പറയാവുന്ന ആളുകൾ, ഇപ്പോ ഞാനൊരു വർഷം ഒരു കമ്പനിയിൽ ഡൽഹി ബേസ് ചെയ്ത് വർക്ക് ചെയ്തപ്പോ അവിടെ പിന്നെ അറബിക് ലാംഗ്വേജ് എക്സ്പേർട്ടിന് കൂടുതൽ സാലറിയാണ്. അതുപോലെ തന്നെ സാധാ അസോസിയേറ്റ് ആയിട്ടുള്ള ആളുകൾക്ക്, അറബി പഠിച്ച അസോസിയേറ്റ് ആയിട്ടുള്ള അറബിക് ലാംഗ്വേജ് കൂടെ ഹാൻഡിൽ ചെയ്യുന്ന അസോസിയേറ്റ്സിന് സാലറി നല്ല മാർജിനലി കൂടുതലാണ്. സാധാ അസോസിയേറ്റിന് നമ്മളെ വെച്ച് നോക്കുമ്പോൾ നല്ല കുറവാണ്. പക്ഷെ അവരെടുക്കുന്ന പണിയും നമ്മളെടുക്കുന്ന പണിയിൽ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമ്മൾ കുറച്ചുകൂടി അറബിക് ഡോക്യുമെന്റ്സ് ഹാൻഡിൽ ചെയ്യുന്നു, അല്ലെങ്കിൽ അറബിക് കോളുകൾ അറ്റൻഡ് ചെയ്യുന്നു, അറബിക്കുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് ചെയ്യുന്നത്. ബാക്കിയൊക്കെ ഒരു ചെയ്യുന്നത് ജനറൽ ആയിട്ടുള്ളതാണ്. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അപ്പൊ ലാംഗ്വേജ് നമുക്ക് നൽകുന്ന ഒരു പിന്നെ പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് ആണ്. അതുകൊണ്ട് ഇങ്ങനെ കുറെ അട്രാക്ഷൻസ് ഈ ജോബുകൾസ് ഉണ്ട് എന്നുള്ളത് കൂടി അറിയാം. ഇത്രയും കമ്പനികൾ നമുക്കുണ്ട്. വിപ്രോ, ഹാലിബർട്ടൺ, ടാറ്റ, ഫ്ലോപോംസൺ, റോയിറ്റേഴ്സ്, ഇതൊക്കെ പല നഗരങ്ങളിലാണ്. ഇതിൽ പ്രധാനമായിട്ടുള്ള നഗരങ്ങൾ എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂർ, ഹൈദരാബാദ്, കൊച്ചി, ചെന്നൈ, നോയിഡ, ന്യൂഡൽഹി, ജയ്പൂർ, കൊൽക്കത്ത, ഈ മേഖലകളിലും ഈ സിറ്റീസിലൊക്കെയാണ്. ഇതൊക്കെ നമുക്ക് ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട ജോബ് മാർക്കറ്റാണ്. ഇന്ന് കൊച്ചിയിലുണ്ട്, ഇന്ന് കോഴിക്കോടൊക്കെ നമുക്ക് ജോബുകളുണ്ട്. അതിൽ കുറച്ചും കൂടി കുറച്ച് MNC-കൾ കാര്യമായിട്ട് തുടങ്ങിയിട്ടുള്ളത് കൊച്ചിയിലാണ്. എന്നാൽ ഇന്ന് നമുക്ക് ഹൈലൈറ്റ് ബിസിനസ് പാർക്കിലും അതുപോലെ തന്നെ സൈബർ പാർക്കിലും ഒക്കെ ആയിട്ട് നമുക്ക് ലാംഗ്വേജ് എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾക്ക് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ജോബ്സ് അവൈലബിൾ ആണ്. അപ്പോ ആ ഒരു സംഗതിയാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യാൻ. ഇനി മേജർ ജോബ് ഹബ്സ് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം എല്ലാ സിറ്റീസിലും അക്രോസ് ദി കൺട്രീസ് എല്ലാം നമുക്ക് ജോബ് ഹബ്സ് ആണ്. അവിടേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു നല്ല ലാംഗ്വേജ് എക്സ്പേർട്ടും അത്യാവശ്യം സ്കില്ലും കുറച്ച് IT ഒക്കെ അറിയാവുന്ന ഒരാളാണെങ്കിൽ, കമ്പ്യൂട്ടർ ടെക്നോളജി ഉള്ള ആളാണെങ്കിൽ ഈ പറഞ്ഞ നഗരങ്ങളിലൊക്കെ നമുക്ക് ഇഷ്ടംപോലെ അവസരങ്ങളാണ്. അപ്പൊ ഈ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ ഇൻഡസ്ട്രിയിലും, എല്ലാ പ്രൊഫഷണൽ ഇൻഡസ്ട്രിയിലും ജോബ് നോക്കാം. അത് ഏത് തരത്തിലുള്ള സെക്ടർ ആണെങ്കിലും ഈ പറഞ്ഞ റോളുകളിലേക്കൊക്കെ നമുക്ക് പോകാം. ഇനി പുതിയ ട്രെൻഡ് എന്ന് പറയുന്നത് ഗ്ലോബൽ കരിയറിൽ പ്രത്യേകിച്ചും ഉള്ള ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ഡിജിറ്റൽ ലാംഗ്വേജ് എക്കോണമിയും അതുപോലെ തന്നെ AI, ഈ രണ്ട് സംഗതികളെ വെച്ചിട്ട് നമുക്കുള്ള അവസരങ്ങളാണ്. അപ്പൊ ഇന്ന് ലാംഗ്വേജ് മോഡലുകളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഗൂഗിളും മറ്റേ ആമസോണൊക്കെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഗതി എന്ന് പറഞ്ഞാൽ പല ഡാറ്റ എടുത്തിട്ട് ഡാറ്റ മൈനിങ് ചെയ്ത് ഡാറ്റ അനോട്ടേഷൻ നടത്തിയിട്ട് പല AI മോഡലുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ സ്വാഭാവികമായിട്ടും ലാംഗ്വേജിന്റെ ഒരു പ്രൂഫ് റീഡിങ് അല്ലെങ്കിൽ ലാംഗ്വേജിന്റെ ഒരു ക്വാളിറ്റി ചെക്ക്, ഇങ്ങനത്തെ ലാംഗ്വേജ് മോഡൽസിന് ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ നമ്മൾക്ക് ചിലപ്പോൾ അറബി ലാംഗ്വേജ് എക്സ്പേർട്ടുകളൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ അത് ഗൂഗിളും മറ്റ് ആമസോണൊക്കെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു പ്രോസസ്സിലേക്ക് നമുക്ക് കടക്കാവുന്നതാണ്. അതുപോലെ തന്നെ മെഷീൻ ട്രാൻസ്ലേഷന്റെ ചെയ്ത സാധനങ്ങളുടെ പോസ്റ്റ് എഡിറ്റിംഗ്, അതുപോലെ തന്നെ അതിൻ്റെയൊക്കെ ചെയ്ത വർക്കുകൾ അതത് നാടിനനുസരിച്ച് ലോക്കലൈസേഷൻ ചെയ്യുന്ന വർക്ക്, ഇതൊക്കെ ഇന്ന് നമുക്ക് AI വന്നാലും ഒരു ഹ്യൂമൻ ഇന്റർവെൻഷൻ ആവശ്യം എന്ന് പറയുന്ന കുറച്ച് ഏരിയാസ് ആണ്. അതുപോലെ തന്നെ സ്പീച്ച് റെക്കഗ്നിഷൻ, വോയിസ് അസിസ്റ്റന്റ് ഡെവലപ്മെന്റ്, ഇതൊക്കെ നമുക്ക് ചെയ്യുന്ന ഒരു സംഗതിയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതാണ്. ChatGPT അടക്കം നമ്മൾ വോയിസ് അസിസ്റ്റന്റ് ഉപയോഗിക്കുന്നുണ്ട്, ടൈപ്പിങ്ങിന് ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ അറബിക് വോയിസ് അസിസ്റ്റൻസ്, അറബിക് ലെക്ചറുകൾ, ഇതൊക്കെ കറക്റ്റ് ആയിട്ട് AIക്ക് മനസ്സിലാണെങ്കിൽ AI ഡെവലപ്പ് ചെയ്യണം, അതിനെ ട്രെയിൻ ചെയ്യണം, അതിനെ നൊട്ടേഷൻ ചെയ്താൽ മാത്രമേ അതിന് പറ്റുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ട് ഇതിലൊക്കെ നമുക്കൊരു അറബിയും AI കൂടി പരിജ്ഞാനമുള്ള ആളുകൾക്ക് ഇത് സാധ്യതകൾ ഉണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇന്ന് എപ്പോഴും ഉള്ള സംഗതിയാണ്, നമ്മൾ യൂട്യൂബ് ആണെങ്കിലും മറ്റാണെങ്കിലും എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ കോണ്ടന്റ് മോഡറേഷൻസ് ഗ്ലോബൽ പ്ലാറ്റ്ഫോമുകളിൽ ആവശ്യമാണ്. ഇന്ന് പല കണ്ടന്റുകളും വരും, ടെറർ കണ്ടന്റുകൾ വരും, അഡൽട്ട് കണ്ടന്റുകൾ വരും, പല പോളിസീസിനെതിരായ കണ്ടന്റുകളെ മോഡറേറ്റ് ചെയ്യാനുള്ളത് ആവശ്യമാണ്. അപ്പോൾ കുറെ സിസ്റ്റം വെച്ച് മോഡറേറ്റ് ചെയ്താലും കുറച്ചൊക്കെ ഹ്യൂമൻ ട്രാൻസ്ലേറ്റേഴ്സും എക്സ്പേർട്ടുകളും ആവശ്യം. അപ്പൊ അവിടെയൊക്കെ നമുക്ക് റോൾ ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം. അതുപോലെ വീട്ടിലിരുന്നു
നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരുപാട് ജോബ് മാർക്കറ്റും മേഖലകളുണ്ട്. ഇതിൽ ഓരോന്നും ഈ കോഴ്സിൽ എൻറോൾ ചെയ്യുന്ന ആളുകൾക്ക് ഇതിലൊക്കെ രണ്ടോ മൂന്നോ ടൂളുകൾ നമ്മൾ ഹാൻഡ്സ് ആയിട്ട് തന്നെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഈ ഫ്രീലാൻസ് ആയിട്ട് വീട്ടിലിരുന്ന് തന്നെ നമുക്ക് ട്രാൻസ്ലേഷൻ, അതുപോലെ തന്നെ ഡിസൈനിങ്, ടൈപ്പിംഗ്, അറബിക് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ജോബുകളെയും കണ്ടെത്താൻ അതിൽ നമ്മൾ നല്ല കൊട്ടേഷൻസ് കൊടുത്തിട്ട് നമ്മൾ വർക്ക് പിടിക്കാനൊക്കെ നമുക്ക് പറ്റും. അതിന്റെ ഒരുപാട് പ്ലാറ്റ്ഫോമുകളിൽ കിട്ടുന്ന ഒന്നാണ് ഇപ്പോ pros.com, അതുപോലെ അപ്വർക്ക്, freelancer.com, ഇതിൽ പറയാത്ത ഒരുപാടുണ്ട്, മുസ്തഖിൽ.com, ഹംസാത്ത്. ഇതൊക്കെ അറബിക്കിലുള്ള അറബ് വേൾഡിലുള്ള അറബ് മാർക്കറ്റ് ഉണ്ട്. അതുപോലെ തന്നെ അപ്വർക്ക് അക്രോസ് ദി വേൾഡിലാണ്. ഫ്രീലാൻസർ ഒക്കെ യൂറോപ്പ് ബേസ് ചെയ്തിട്ടുള്ള ഫ്രീലാൻസിങ് ജോബ് ഒരു പ്ലാറ്റ്ഫോമാണ്. അതിൽ നമ്മൾ വിവിധ കമ്പനികൾ ജോബ്സ് പോസ്റ്റ് ചെയ്യുന്നു. പിന്നെ ഒക്കെ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള, ഓതറൈസ്ഡ് ആയിട്ടുള്ള കമ്പനീസ് ആണ്. അവിടെ നമ്മൾക്ക് പറ്റിയ ജോബ് നമ്മൾ കണ്ടെത്തുകയും നമ്മുടെ പ്രൊഫൈല്, നല്ല പോർട്ട്ഫോളിയോ ഉണ്ടാക്കുന്നു, നല്ല പ്രൊഫൈൽ ഉണ്ടാക്കുന്നു, നല്ല പിന്നെ സാമ്പിൾസ് കാണിച്ചു കൊടുക്കുന്നു. അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പിന്നെ ഗ്ലോബൽ ബ്രാൻഡുകൾക്ക് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അതൊക്കെ നമ്മളുടെ അവസരങ്ങളാണ്. അതുപോലെ തന്നെ ഓൺലൈനിലെ അറബിക് ടീച്ചിങ് പ്ലാറ്റ്ഫോമിൽ പ്രിപ്ലി പോലെ ടെക് പ്ലാറ്റ്ഫോമുകളൊക്കെ ഒരുപാടുണ്ട്. ഈ പ്ലാറ്റ്ഫോമുകളൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. അതുപോലെ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസിന് നമ്മൾ വർക്ക് ചെയ്യാൻ പറ്റും. പല NGOസിന് വർക്ക് ചെയ്യാൻ പറ്റും. UN അടക്കമുള്ള പിന്നെ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസിന് വേണ്ടി വർക്ക് ചെയ്യാൻ നമുക്ക് പറ്റും. ഇങ്ങനെ റിമോട്ടായ വർക്കുകൾ ചെയ്യാം. എന്താ റിമോട്ട് വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിലിരുന്നിട്ട് പിന്നെ സിസ്റ്റം ബേസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ്. ഇങ്ങനെ പിന്നെ ഗ്ലോബൽ റിമോട്ട് വർക്കുകൾ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. അതിനൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് സ്കിൽ സെറ്റ് ആവശ്യമാണ്. നമ്മൾക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തെടുക്കേണ്ടതുണ്ട്. അതൊക്കെ ഇൻഷാല്ലാ ഞാൻ പറയാം. അതാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇനി നമ്മൾ ചെയ്യേണ്ട ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ, നമ്മളൊരു റോഡ് മാപ്പ് എന്ന് പറയുന്നത് അതാണ്. എത്രയും കരിയർ പറഞ്ഞു, ഇത്രയും ഡൈവേഴ്സ് ആയിട്ടുള്ള മേഖലകൾ പറഞ്ഞു, എവിടൊക്കെ നമുക്ക് അറബി പഠിച്ചിട്ട് എത്തിച്ചേരാം എന്നുള്ളത് പറഞ്ഞു. അതില് നമുക്ക് എങ്ങനെ എത്തിച്ചേരാം എന്നുള്ളതാണ് ഈ ഒരു സംഗതി, ഈ ഒരു റോഡ് മാപ്പ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അതിലൊന്ന്, നല്ല സ്ട്രോങ് ആയിട്ടുള്ള MSc പ്രൊഫഷൻസി ഉണ്ടാവുക, മോഡേൺ സ്റ്റാൻഡേർഡ് അറബിക് അത്യാവശ്യം സ്ട്രോങ് ആവാം, കുറച്ചൊക്കെ ഒരു സ്പോക്കൺ ഡയലക്ട് പഠിക്കാം. അപ്പോൾ ഈ ഒരു കോഴ്സിലും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അതിൽ തന്നെ സ്പോക്കൺ ഡയലക്ട് കൂടി ഉണ്ടാവും. ഇപ്പൊ രണ്ടും, സ്പോക്കൺ ഡയലക്ട് കൂടിയും സ്പോക്കൺ അറബിക്കും കൂടി പഠിപ്പിക്കുന്ന ഒരു ഡിപ്ലോമ ലെവലിൽ മതി സ്പോക്കൺ. ശരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് MSc തന്നെയാണ്, മോഡേൺ സ്റ്റാൻഡേർഡ് അറബിക് തന്നെയാണ്. ഒരു പ്രൊഫഷണൽ ജോബിനേക്ക് കൂടുതൽ പോവുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷെ സ്പോക്കൺ ഡയലക്ട് കൂടി വേണം. അതുപോലെ തന്നെ നമുക്ക് പിന്നെ റെക്കഗ്നൈസ്ഡ് സർട്ടിഫിക്കേഷൻസ്, ഇപ്പൊ നമ്മളിപ്പോ PSC, നെറ്റ്, JRF ഒക്കെ കിട്ടുന്നത് പോലെ നമ്മൾക്ക് ട്രാൻസ്ലേഷൻ ബോഡിയുടെ മെമ്പർഷിപ്പ്, അതുപോലെ തന്നെ പല സ്ഥാപനങ്ങളുടെയൊക്കെ പിന്നെ സർട്ടിഫിക്കേഷൻസ് കിട്ടുക എന്നുള്ളത് നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റിനോടൊപ്പം തന്നെ നമുക്ക്, ഞാൻ ഒരു പിന്നെ അക്രഡിറ്റഡ് ട്രാൻസ്ലേറ്റർ ആണ്, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു അറബിക് ലാംഗ്വേജ് എക്സ്പേർട്ട് ആണ് എന്ന് ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ള ഇന്റർനാഷണൽ ബോഡി നീ സർട്ടിഫിക്കേഷൻ തരികയാണെങ്കിൽ, ഒരു പ്രൊഫൈൽ, നിങ്ങളൊരു പ്രൊഫൈൽ ഒരു കമ്പനി നോക്കുകയാണെങ്കിൽ, ഒരു ക്ലയന്റ് നോക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഇൻട്രസ്റ്റ് ആവും. അപ്പോൾ അതാണ് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്നുള്ളത്. അത് നമ്മൾ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻസ് ഏൺ ചെയ്യുക. അതൊക്കെ നമ്മൾ ഈ ഒരു കരിയറിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട ഒരു സാധനമാണ്. അതുപോലെ തന്നെ നല്ല ഫ്രീലാൻസ് പ്രൊജക്റ്റുകൾ ചെയ്തിട്ടും ഇന്റേൺഷിപ്സ് ചെയ്തിട്ടും ഒരുപാട് പ്രാക്ടിക്കൽ വർക്കുകളൊക്കെ ചെയ്തിട്ട് നല്ലൊരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കാം. അപ്പൊ പോർട്ട്ഫോളിയോ എങ്ങനെ ഉണ്ടാക്കണം, പോർട്ട്ഫോളിയോന്റെ മാതൃകകളൊക്കെ നമ്മുടെ ഒരു മൊഡ്യൂളായിട്ട് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ പോർട്ട്ഫോളിയോ ആണ് അടുത്തൊരു സ്റ്റെപ്പ് എന്നുള്ളത്. അതുപോലെ തന്നെ ഈ പിന്നെ ജോബ് പോർട്ടലുകളിൽ നമ്മൾ സജീവമായിട്ട്, ആക്റ്റീവായിട്ട്, ലൈവായിട്ട് ഉണ്ടാകുക. അപ്പൊ ഏതൊക്കെ ജോബ് ഹണ്ടിങ് പ്ലാറ്റ്ഫോംസ്, അതുപോലെ ഏതൊക്കെയാണ് ഫ്രീലാൻസ് ജോബ് ഹണ്ടിങ് പ്ലാറ്റ്ഫോംസ്, ഏതൊക്കെയാണ് പ്രൊഫഷണൽ നെറ്റ്വർക്ക് ചെയ്യുന്ന പ്ലാറ്റ്ഫോമുകൾ, അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ കോഴ്സിൽ തന്നെ പറയുന്നുണ്ട്. ഈ പിന്നെ ഫ്രീലാൻസ് പോർട്ടലുകളിലും അതുപോലെ തന്നെ ജോബും ഒക്കെ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം, അതൊക്കെയാണ് നമ്മൾ അടുത്തതായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഇതാണ് നമ്മുടെ റോഡ് മാപ്പ് എന്ന് പറഞ്ഞത്. ഇനി ഇതിന്റെ കൂടെ നിങ്ങൾക്ക് സ്കില്ലും കൂടി, എംപ്ലോയീസ് ഒന്നും നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ഹയർ ചെയ്യുന്ന പ്രൊഫഷണൽ ഇൻഡസ്ട്രിയിൽ ഹയർ ചെയ്യുന്ന പിന്നെ കമ്പനികൾ, അവര് നോക്കിക്കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട സംഗതി എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ടൂളുകളൊക്കെയാണ്. അതില് ലാംഗ്വേജ് മാസ്റ്ററി ഉണ്ട്. ഏറ്റവും പ്രധാനം നമുക്കറിയാം സ്പോക്കൺ, മോഡേൺ സ്റ്റാൻഡേർഡ് അറബിക്കും സ്പോക്കണും നമ്മൾ അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ അതത് ഡൊമൈനിൽ, നമ്മൾ പോകുന്ന ഡൊമൈനിലുള്ള കുറച്ച് വൊക്കാബുലറീസ് നമുക്ക് കണ്ടെത്താം. ഇതൊക്കെ നമുക്ക് വേണ്ട ഒരു സ്കില്ല്.
പിന്നെ അറബി ഇംഗ്ലീഷ് നല്ല ആ ഒരു പെയർ കൃത്യമായിട്ട് വേണം. അതാണ് ബൈലിംഗ്വൽ ആവണം നമ്മൾ എന്തായാലും. അതല്ലെങ്കിൽ ഒരു തേർഡ് ലാംഗ്വേജും കൂടി നമുക്ക് ഉണ്ടായാൽ അതും കൂടി ബെനിഫിറ്റ് ആയി. ഒരു ഫോറിൻ ലാംഗ്വേജ് ഏതെങ്കിലും കൂടി ഉണ്ടെങ്കിൽ നമുക്കൊരു ട്രൈലിംഗ്വൽ എഡ്ജ് കിട്ടും. അതല്ലെങ്കിൽ ബൈലിംഗ്വൽ എന്തായാലും ആവണം. അതായത് അറബി മാത്രം എക്സ്പെർട്ട് ആയതുകൊണ്ട് നമുക്ക് പ്രൊഫഷണൽ ഇൻഡസ്ട്രിയിലെ ജോബ് മാർക്കറ്റ് കുറച്ചൊന്നും ഷോപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അറബി പ്ലസ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ അറബി പ്ലസ് ഇംഗ്ലീഷ് പ്ലസ് വേറെ ഏതെങ്കിലും ഒരു ലാംഗ്വേജ്, ഫ്രഞ്ച്, സ്പാനിഷ്, ജർമ്മൻ ഏതെങ്കിലും, അതല്ലെങ്കിൽ എനി ലാംഗ്വേജ്. പിന്നെ ഡിജിറ്റൽ AI ടൂളിലെ ലിറ്ററസിയാണ്. സ്വാഭാവികമായിട്ടും ഇന്ന് നമുക്ക് അതും കൂടി വേണം. അപ്പോൾ കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ട്രാൻസ്ലേഷൻ ടൂളുകൾ വേണം. അതുപോലെ MT പോസ്റ്റ് എഡിറ്റിംഗ് ടൂളുകൾ വേണം. AI പ്ലാറ്റ്ഫോമുകൾ വേണം. ഇതൊക്കെ നമ്മൾക്ക് കൃത്യമായിട്ട് വേണം. അതുപോലെ തന്നെ നമുക്ക് സോഫ്റ്റ് സ്കിൽസ് ആയിട്ട് ഇന്ന് കമ്മ്യൂണിക്കേഷൻ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കൾച്ചറൽ സെൻസിറ്റിവിറ്റി, നമുക്ക് ഡാറ്റ കൈകാര്യം ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ജോബ് മാർക്കറ്റിൽ ഇടപെടുമ്പോഴൊക്കെ നമുക്ക് കൾച്ചറൽ അവയർനെസ് ഉണ്ടാകണം. അതുപോലെ തന്നെ നമുക്ക് അഡാപ്റ്റബിലിറ്റി വേണം. പല കാര്യങ്ങളുമായിട്ടും അഡാപ്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു സോഫ്റ്റ് സ്കിൽസ് വേണം. ഇപ്പൊ സോഫ്റ്റ് സ്കില്ലും ഹാർഡ് സ്കില്ലായിട്ടുള്ള മോഡേൺ സ്റ്റാൻഡേർഡ് അറബിക്കും സ്പോക്കൺ ഡയലക്റ്റും ഒക്കെ നമുക്ക് വേണം. ഈ ഒരു സ്കിൽ സെറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ ജോബിലേക്കും, അത് ഇന്ത്യയിലാണെങ്കിലും അബ്രോഡിലാണെങ്കിലും നിങ്ങൾക്ക് പോകാൻ പറ്റും. അപ്പൊ ഈ സ്കിൽ സെറ്റ് ആണ് നമ്മൾക്ക് വേണ്ടത്. അപ്പോ ഇന്ന് ഫ്യൂച്ചറിസ്റ്റിക് ആയ മേഖല എന്ന് പറഞ്ഞാൽ ഇപ്പൊ അറബിക് പ്ലസ് AI എടുത്താൽ തന്നെ ഫ്യൂച്ചർ ഇസ് റെഡി. അതാണ് ഇപ്പൊ നമ്മളിപ്പോ ഫോക്കസ് മുസ്തഖ്ബൽ എന്ന് പറയുന്ന ഒരു സാധനം ഭയങ്കരമായിട്ടൊരു പിന്നെ നല്ലൊരു അംബിഷ്യസ് ആയിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം ഫോക്കസ് മുസ്തഖ്ബലാണ്, നമ്മളൊരു ഫ്യൂച്ചർ പ്ലാൻ ചെയ്തിട്ടാണ്. അപ്പൊ ഏത് ഫ്യൂച്ചറിലേക്ക് നമുക്ക് പോകും, പുതിയ കാലത്തുള്ള പ്രസന്റ് നമ്മൾ കാര്യമായിട്ട് അഡ്രസ് ചെയ്തില്ലെങ്കിൽ പ്രസന്റ് ചിലപ്പോൾ ഫ്യൂച്ചറിലേക്ക് മാറാം. ഫ്യൂച്ചറും എന്താവാം, പിന്നെ പ്രസന്റിന്റെ ഒരു പിന്നെ റെപ്ലിക്കേഷൻസ് ആവാം. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡിങ് ആയ സാധനങ്ങൾ നമ്മൾ കൂടുതൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചർ ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അപ്പൊ ഫ്യൂച്ചർ ആയിട്ട് നമുക്ക് പിന്നെ AI ഡാറ്റ അനോട്ടേഷനും മെഷീൻ ട്രാൻസ്ലേഷനും സ്പീഡ് ടെക്നോളജി, കണ്ടന്റ് മോഡറേഷൻ, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. തീർച്ചയായും നമ്മൾ ടെക്നിക്കൽ നോളജും കൂടി ഇതിൽ അത്യാവശ്യമാണ്. അപ്പോൾ നമ്മളൊക്കെ ആലോചിക്കുന്ന ഒരു സംഗതിയാണ്, വിൽ AI റിപ്ലേസ് ട്രാൻസ്ലേറ്റേഴ്സ്? ഇതിന് യെസ്, നോ, നോട്ട് ഷുവർ, ഇത് 3 ഓപ്ഷൻ ഞാൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതായിരിക്കും തിരഞ്ഞെടുക്കുക എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. ജസ്റ്റ് ചാറ്റിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നന്നാവും. AI ട്രാൻസ്ലേറ്റേഴ്സിന്റെ ജോബ് കളയുമോ? AI അറബിക്കിൽ ഇങ്ങനത്തെ ഈ പറഞ്ഞ ജോബുകളൊക്കെ ഇല്ലാതാക്കുമോ? എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ എന്നുള്ളത് ജസ്റ്റ് അറിയണമെന്നുണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരിക്കലും ചിലപ്പം ചില ആളുകൾക്കെങ്കിലും നോട്ട് ഷുവർ എന്ന് കൊടുക്കാൻ പറ്റാം. അത് നോ എന്നുള്ള സാധനം, യെസ് എന്നുള്ള സാധനം ഒരിക്കലും ഞാൻ മനസ്സിലാക്കുന്നില്ല. കാരണം ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, പൂർണ്ണമായും ഒരു ലാംഗ്വേജ് എക്സ്പേർട്ടിനെ റീപ്ലേസ് ചെയ്യാൻ AIക്ക് കഴിയില്ല എന്നുള്ളതാണ്. ചിലപ്പം വോള്യൂം കുറയും, എംപ്ലോയീസിന്റെ എണ്ണം കുറഞ്ഞാലും എംപ്ലോയീസിന് ആവശ്യം, അതായത് ഹ്യൂമൻ ഇന്റർവെൻഷൻ ഇല്ലാതെ AIക്ക് 100% സക്സസ്ഫുൾ ആവാൻ കഴിയില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് തന്നെയാണ് കാരണം പിന്നെ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയി കഴിഞ്ഞാൽ AI വിൽ റിപ്ലേസസ്, അത് ഉറപ്പാണ്. അപ്പോ AI ആയിട്ട് അഡാപ്റ്റഡ് ആയി കഴിഞ്ഞാൽ ആ AI അഡാപ്റ്റേഷൻ ആണ് നമുക്ക് വേണ്ടത്. അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ AIന്റെ ടൂളുകൾ പോസിറ്റീവായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ AI നമ്മൾ റിപ്ലേസ് ചെയ്യില്ല. അതുപോലെ തന്നെ പൂർണ്ണമായും പിന്നെ AIക്ക് നമ്മളുടെ പിന്നെ കോൺട്രിബ്യൂഷൻസ് മാറ്റിയിട്ട് പൂർണ്ണമായും AIക്ക് ഓവർകം ചെയ്യാനും കഴിയില്ല. അപ്പോൾ അറബിക് പ്ലസ് AI എന്നുള്ള സാധനം നല്ല സ്കോപ്പ് ഉള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്കോപ്പ് ഉള്ള സാധനമാണ് ഞാൻ പറഞ്ഞ AI ഡാറ്റ അനോട്ടേഷൻ എന്ന് പറയുന്നത്. ലാംഗ്വേജ് മോഡലിനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ പല ചാറ്റ് ബോട്ടുകളും അതുപോലെ തന്നെ പല ലാംഗ്വേജ് മോഡലുകളെയും സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ലാംഗ്വേജ് എക്സ്പേർട്ടിന്റെ റോള് ഉണ്ട്. ലാംഗ്വേജ് അറിഞ്ഞാൽ മാത്രം പോരാ, എക്സ്പേർട്ട് ആവണം. അപ്പൊ അതാണ് ഇതിലുള്ള സംഗതി. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോസ്റ്റ് എഡിറ്റിങ്, സ്പീച്ച് ടെക്നോളജി, ഈ വോയിസ് ഡിറ്റക്ട് ചെയ്യുന്നതും വോയിസ് റെക്കഗ്നീഷൻ ചെയ്യുന്നതും വോയിസ് ഓവർ കൊടുക്കുന്ന നമ്മൾ വോയിസ് അസിസ്റ്റൻസ് ഉപയോഗിക്കുമ്പോഴൊക്കെ ഉള്ള പെർഫെക്ഷൻ, അതൊക്കെ നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള ലാംഗ്വേജ് റോൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ വെറും അവിടെ അറബി മാത്രം അറിഞ്ഞിട്ട് പോരാ, AIന്റെ കുറച്ചും കൂടി ടെക്നിക്കൽ സൈഡ് കൂടെ അറിയണം. ചിലപ്പം കോഡിങ്ങോ അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും പ്രോഗ്രാമിംഗ് സോഫ്റ്റ്വെയർസ് ഒക്കെ നമുക്ക് കുറച്ച് പരിചയം വേണം. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, AI
ജസ്റ്റ് ടൂൾ അറിഞ്ഞാൽ പോരാ, എയിലെ കുറച്ച് അഡ്വാൻസ് ഇൻഫർമേഷൻസും ഉണ്ടെങ്കിൽ അറബിക്കും കൂടി അറിയുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് വേറൊരു ഫ്യൂച്ചർ നമുക്ക് കിട്ടും എന്നുള്ളതാണ് സൂചിപ്പിച്ചതിന്റെ ഒരു ആശയം. അപ്പോ ഡോൺ ജസ്റ്റ് ഗെറ്റ് എ ഡിഗ്രി എന്നുള്ളതല്ല, ഡിഗ്രി കിട്ടുക എന്നുള്ളതല്ല, ഒരു പ്രൊഫൈല് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എന്നാൽ നമുക്കൊരു ഗ്ലോബൽ കരിയർ ഉണ്ടാകും. അറബിക്കും ഇംഗ്ലീഷും പ്രൊഫഷണൽ സ്കില്ലും എഐയും പോർട്ട്ഫോളിയോസും ഒക്കെ ഉണ്ടായാൽ നിങ്ങൾക്കൊരു നല്ലൊരു ഗ്ലോബൽ കരിയർ ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ യുണീക്ക് ആയിട്ടുള്ള സ്കില്ല് പുറത്തു കൊണ്ടുവരിക. അറബിക്ക് ഈ കോഴ്സിലൂടെ അതല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു കോഴ്സിന്റെ ഫ്രെയിംവർക്ക് മുഴുവൻ ആ ഒരു രീതിയിലാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ മാക്സിമം നമ്മുടെ സ്കില്ല് പുറത്തു കൊണ്ടുവരാൻ, അറബി ഭാഷയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സ്കില്ലുകളും നമുക്ക് പഠിച്ചെടുക്കാൻ. അതിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ട്രാൻസ്ലേഷന്റെ സ്കില്ലുണ്ട്, എഐയും ഐടിയും ഒക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ, നമ്മൾ അതിന് ഹാർഡ് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നമ്മളെ കൊണ്ട് ഇത് കഴിയൂല എന്നുള്ള ആ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് നമ്മൾ അത് ഒഴിവാക്കിയിട്ട് നമ്മൾ ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ നമുക്കത് കഴിയും. കോൺഫിഡൻസ് സ്വാഭാവികമായിട്ടും ബിൽഡ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ കോമ്പറ്റൻസിലൂടെ നമ്മൾ നല്ലോണം പിന്നെ കോമ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നല്ല പിന്നെ പരിജ്ഞാനം നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് കോൺഫിഡൻസ് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും, നല്ല ഗ്ലോബൽ കരിയർ ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ പഠിക്കാനും അതുപോലെ തന്നെ ഹാർഡ് വർക്ക് ചെയ്യാനും നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ആദ്യം തന്നെ നമ്മൾ പിന്നെ ഏൺ ചെയ്യുക എന്നുള്ള മെന്റാലിറ്റി അല്ല, ലേണിംഗ് ആണ് ഏറ്റവും പ്രധാനം. ആദ്യം ലേണിംഗ് ആണ്, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ആണ് നമുക്ക് ഏർണിംഗ് ഉള്ളത്. ലേണിംഗ് കഴിഞ്ഞാൽ പിന്നെ ആ എല്ലാം ഒഴിവാക്കുക എന്നാണ് പറയാറുള്ളത്. എല്ലാം ഒഴിവാക്കി കഴിഞ്ഞാലാണ് നമുക്ക് ഏർണിംഗ് ഉണ്ടാവാം. അപ്പൊ ആ ഒരു സംഗതി നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക. ഇത് തന്നെയാണ് എനിക്ക് ടേക്ക് അവേ ആയിട്ട് പറയാനുള്ളത്. ഇനി അവസാനമായിട്ട് നിങ്ങളോട് എനിക്ക് ഈ ഒരു സാധനം വാട്ട് വിൽ യു ആഡ് ടു യുവർ അറബിക് എന്നുള്ളതാണ്. ഇതിന് ആൻസർ നിങ്ങളാണ് കണ്ടെത്തേണ്ടത്. ഇതാണ് നിങ്ങളുടെ ഫ്യൂച്ചർ. ഇത് ചാറ്റിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ദാറ്റ്സ് ഓൾ. ഇത്രയാണ് എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്. എന്തെങ്കിലും ഈ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ. താങ്ക് യു സോ മച്ച്. ഈ ഒരു ആൻസർ നിങ്ങൾ ചാറ്റ് ബോക്സിൽ ഇടുക. അറബിക് പ്ലസ് എന്തെങ്കിലും ഒരു സ്കില്ല് അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്ലേഷൻ ആണെങ്കിൽ ട്രാൻസ്ലേഷൻ സ്കില്ലാകാം, അതല്ലെങ്കിൽ AI ആണ് AI, അത് നിങ്ങൾ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിട്ട് കമന്റ് പോലെ എഴുതുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്യൂച്ചർ എന്താണെന്നുള്ളത് കണ്ടെത്താൻ പറ്റും. ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾക്ക് അറബിക്കിന്റെ കൂടെ കൊണ്ടുപോകാൻ പറ്റിയ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏരിയകൾ. അപ്പൊ ആ ഏരിയകൾ ഏതാണോ അത് ഇഷ്ടമുള്ളത് നിങ്ങൾ അവിടെ ടൈപ്പ് ചെയ്യുക. ഡെഫിനറ്റ്ലി അതായിരിക്കും നിങ്ങളുടെ ഫ്യൂച്ചർ. തീർച്ചയായും ഈ ഒരു കോഴ്സ് അതിൽ എൻറോൾ ചെയ്തിട്ടുള്ള എല്ലാവർക്കും എല്ലാവിധ ഭാവങ്ങളും നേരാണ്. ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും. നമ്മൾ അറബിക് ലാംഗ്വേജ് എക്സ്പേർട്ട് ആവുക എന്നുള്ളതാണ്, ബൈലിംഗ്വൽ എക്സ്പേർട്ട് ആവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അറബി ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് ടീച്ചിങ്ങിലേക്കും പോകാം, അതുപോലെ തന്നെ ടീച്ചിങ് അല്ലാത്ത പ്രൊഫഷണൽ സെക്ടറിലേക്കും പോകാം. അപ്പോൾ ബൈലിംഗ്വൽ എക്സ്പെർട്ടൈസ് ആണ് നമുക്ക് ഈ ഒരു മേഖലയിൽ ഇന്ന് നമുക്ക് ഈ ഒരു കോഴ്സിലൂടെ ഉണ്ടാക്കേണ്ടത്. ഈ ബൈലിംഗ്വൽ എക്സ്പെർട്ടൈസ്, അതായത് ബൈലിംഗ്വൽ മാസ്റ്റർ, ഒന്നുകൂടി ചുരുക്കി പറഞ്ഞാൽ ബൈലിംഗ്വൽ മാസ്റ്ററി. ഈ ബൈലിംഗ്വൽ മാസ്റ്ററി ഉണ്ടാക്കി കഴിഞ്ഞാൽ ടീച്ചിങ്ങിന് അത് നമുക്ക് സഹായകമാണ്. ടീച്ചിങ് അതൊരു സൈഡിലൂടെ നടക്കും. ടീച്ചിങ് ആണ് നമുക്ക് സെക്യൂർ ആയിട്ട് കിട്ടുന്നതെങ്കിൽ അതിലേക്ക് നമുക്ക് പോവാം. പാഷൻ അതാണെങ്കിൽ അതിലേക്ക് പോവാം. പക്ഷെ അതിൽ നമ്മൾ വിചാരിച്ചൊരു ഒരു മേഖലയിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നില്ല. പക്ഷെ ഈ ഒരു കപ്പാസിറ്റി നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ കഴിയും. അതിന് മാർക്കറ്റ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യണം, എങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യേണ്ടത്, അതിന് വേണ്ട സ്കില്ല് എങ്ങനെയാണ്, അതിന്റെ റോഡ് മാപ്പ്, അതൊക്കെ ഒരൊറ്റ സെഷനിൽ പറഞ്ഞാൽ പൂർണ്ണമായും നിങ്ങൾക്ക് പിന്നെ ഉൾക്കൊള്ളാൻ കഴിയില്ല. സ്കില്ല് നിങ്ങൾ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ നല്ല രീതിയിൽ നല്ലൊരു കരിയർ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമ്മൾ കൂടുതലും ദീർഘിപ്പിക്കുന്നില്ല. അപ്പൊ താങ്ക് യു വൺസ് അഗെയിൻ. സ്പെഷ്യൽ താങ്ക്സ് ടു ദി ടീം ബിഹൈൻഡ് ഫോക്കസ് മുസ്തഖ്ബൽ. താങ്ക് യു സോ മച്ച്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മൾ ഈ ഒരു ചുരുങ്ങിയ സമയത്ത് പ്രധാനമായിട്ട് മനസ്സിലാക്കിയത് അറബിക് വിത്ത് നമുക്ക് എന്തെങ്കിലും ഒരു എക്സ്ട്രാ കഴിവുകൾ നമുക്കുണ്ടെങ്കിൽ ഒരുപാട് സാധ്യതകളാണ് ഇന്ന് നമുക്ക് മുന്നിൽ തുറക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മറ്റ് ഭാഷകളെ അപേക്ഷിച്ച് നമ്മൾ യഥാർത്ഥത്തിൽ അറബിക്കിന്റെ സാധ്യതകൾ നന്നായി മനസ്സിലാക്കുകയാണെങ്കിൽ കൂടുതൽ ജോലി സാധ്യതകൾ അറബിക്കിനാണുള്ളത്. ഇംഗ്ലീഷിലൊക്കെ
ആയിരക്കണക്കിന് ആളുകൾ വ്യത്യസ്ത ഡിഗ്രികളും PGയും PhD ഒക്കെ ഉണ്ടായിട്ടും അതിൽ ചെറിയൊരു ശതമാനം പേർക്കാണ് ആ മേഖലയിൽ ജോലി കിട്ടുന്നതെങ്കിൽ അറബിക്കിന്റെ ശതമാന കണക്ക് നോക്കുമ്പോൾ മറ്റ് എല്ലാ ഭാഷകളെക്കാളും ഒരുപാട് കൂടുതലാണ് നമുക്ക് ജോലി സാധ്യത. പിന്നെ AI കാലഘട്ടമായതുകൊണ്ട് നേരത്തെ ഫവാസാർ പറഞ്ഞതുപോലെ ജോലി നഷ്ടപ്പെടുകയല്ല ചെയ്യുന്ന അറബിക്കിന്. നമ്മൾ മുൻപൊക്കെ കേരളത്തിൽ കമ്പ്യൂട്ടർ വരുമ്പോഴും ട്രാക്ടർ വരുമ്പോഴൊക്കെ പലരും സമരം നടത്തിയിരുന്നു. അതൊക്കെ വന്നാൽ നമ്മളുടെ ജോലി നഷ്ടപ്പെടും, അതുകൊണ്ട് കേരളത്തിൽ അത് അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെയാണ് AI അവസ്ഥ. AI അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ വരുമ്പോൾ നമുക്ക് പല രൂപത്തിലും അതിൽ എക്സ്പേർട്ട് ആയവർക്ക് ജോലി സാധ്യത കൂടുകയാണ് ചെയ്യുക. ഒരിക്കലും പൂർണ്ണമായിട്ടും ഒരു അധ്യാപകന്റെ സ്ഥാനത്തേക്ക് AIക്ക് പൂർണ്ണമായി കടന്നു ചെല്ലാൻ സാധിക്കില്ല എന്നുള്ള വാസ്തവമൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഏതായാലും ഇൻഷാ അല്ലാഹ് ഒരു ഫോക്കസ് മുസ്തഖ്ബൽ അതിന്റെ കോഴ്സിനെ കുറിച്ച് മനസ്സിലാക്കി ജോയിൻ ചെയ്തവരാണ് കൂടുതലും നമ്മളോട് കൂടെ ഉള്ളത്. ഈ ഒരു ആദ്യമായിട്ട് നമ്മുടെ ഫവാസാർക്ക് എല്ലാവരും നന്ദിയും അറിയിക്കുകയാണ്. വളരെ ചുരുങ്ങിയ സമയത്ത് ജോലി സാധ്യതയിലേക്കും അതിന്റെ എല്ലാ മേഖലയിലേക്കും കടന്നു ചെന്നുകൊണ്ട് നമ്മൾക്ക് ഒരു ഉൾക്കാഴ്ച ബസാറ തന്ന ഫവാസാർക്ക് നന്ദി അറിയിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്. അമ്മാ ബഅദ്. ഏറെ പ്രിയങ്കരായ ഫോക്കസ് അഡ്മിൻസ്, ഈ ഒരു ഫോക്കസ് മുസ്തഖ്ബൽ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മോട് സംസാരിച്ചിട്ടുള്ള ഡോക്ടർ മുഹമ്മദ് ഫവാസ് സാർ, അതിലേറെ ഫോക്കസ് അക്കാഡമിയിലെ വ്യത്യസ്ത കോഴ്സുകൾക്ക് പുറമെ ഈ ഒരു ഫോക്കസ് മുസ്തഖ്ബലിൽ കൂടി അംഗമായിട്ടുള്ള പ്രിയപ്പെട്ട പഠിതാക്കളെ, അതോടൊപ്പം ഈ ഒരു ഫോക്കസ് മുസ്തഖ്ബൽ എന്ന നമ്മുടെ ഈ പുതിയ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്തിട്ടുള്ള പ്രിയപ്പെട്ട പഠിതാക്കൾ, ഇൻഷാ അല്ലാഹ് നമ്മളോട് മനസ്സിലാക്കിയ പോലെ പ്രോഗ്രാം അവസാനിക്കുമ്പോൾ പ്രത്യേകമായി എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മൾ അറബിക്ക് പഠിച്ചിട്ടില്ല എന്ന രൂപത്തിലുള്ള ആളുകളല്ല, മറിച്ച് പഠിച്ച ആളുകൾ എന്ന നിലയിൽ പ്രയോഗിക്കാൻ കഴിയേണ്ടവരാണ് നമ്മൾ. പക്ഷെ ചിലപ്പോഴൊക്കെ നമ്മൾ പരാജയപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് വസ്തുത. ഫോക്കസ് മുസ്തഖ്ബൽ യഥാർത്ഥത്തിൽ അതിനു കൂടിയുള്ളതാണ്. നമ്മളിൽ പലരും അറബി ഒരുപാട് വർഷങ്ങളായി പഠിച്ചവരാണ്. ശരിക്കും ആലോചിച്ച് നോക്കൂ നിങ്ങൾ. മിക്കവാറും ആളുകൾ, പ്രത്യേകിച്ച് വളരെ കുറഞ്ഞ ആളുകൾ ഒഴിച്ചാൽ, ഇപ്പോ പുതിയതായിട്ട് അറബി പഠിച്ച് ജോലി സാധ്യതകളിലേക്ക് നീങ്ങുന്ന ആളുകളുണ്ട്. പക്ഷെ കൂടുതൽ ആളുകളും മദ്രസയിൽ വെച്ച് തുടങ്ങുകയാണ് അറബി പഠനം. സ്കൂളിലാണെങ്കിൽ മിക്കവാറും നമ്മുടെ കേരളത്തിന്റെ സാഹചര്യത്തിൽ 1 മുതൽ 10 വരെ അറബി പഠിച്ചു. +2 അവിടെയും അറബി എടുത്ത് പഠിച്ചവരുണ്ടാവും. അതല്ലെങ്കിൽ +2 അല്ല, പ്രിലിമിനറിക്കാണ് പോകുന്നതെങ്കിൽ പൂർണ്ണമായിട്ടും അറബി മാത്രമാണ് പഠിക്കുന്നത്. പേരിന് മാത്രം ഒരു ഇംഗ്ലീഷ് പേപ്പർ ഉണ്ടാവും എന്നുള്ളത് കഴിച്ചാൽ ബാക്കി മുഴുവൻ അറബി പഠിക്കുന്നു. ഡിഗ്രി 3 വർഷം പഠിച്ചു, ശേഷം 2 വർഷം PG പഠിച്ചു. ടോട്ടലി നമ്മൾ നോക്കിയാൽ എത്രയോ വർഷം അറബി ഭാഷ പഠിച്ച ആളുകളാണ്. പക്ഷെ എന്നിട്ടും ഈ ഭാഷ, പക്ഷെ നമ്മുടെ മാതൃഭാഷ പോലും നമ്മൾ ഗ്രാമർ സഹിതം പഠിക്കുന്നില്ല. എന്നാൽ അറബി ഭാഷ നമ്മൾ ഗ്രാമർ അടക്കം പഠിച്ച ആളുകളാണ്. അതേപോലെ തന്നെ നമ്മുടെ മാതൃഭാഷയിൽ മിക്കവാറും ആളുകൾ അറബി അല്ല മാതൃഭാഷയിലുള്ള അഥവാ മലയാളത്തിലുള്ള സാഹിത്യം പഠിക്കാത്തവരാണ്. പക്ഷെ അറബിയിൽ നമ്മൾ സാഹിത്യവും അതിൻ്റെ ഏറ്റവും ഉന്നത തലങ്ങൾ വരെ മിക്കവാറും പഠിച്ച ആളുകളായിരിക്കും. പക്ഷെ ഇതൊക്കെ പഠിച്ച ആളുകൾ എന്ന നിലയിൽ നമുക്ക് ഇതിൻ്റെതായ ആ ഒരു മേഖലയിലേക്ക് ഉയരാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അവിടെയാണ് ഫോക്കസ് മുസ്തഖ്ബൽ എന്തുകൊണ്ടും പ്രയോജനപ്പെടുത്തേണ്ടത്. ആ അർത്ഥത്തിൽ തന്നെയാണ് നമ്മൾ ഇത് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഞാൻ ഇത്രയും വർഷം പഠിച്ച ആളുകൾ എന്ന നിലയിൽ ഓർമ്മപ്പെടുത്താനുള്ളത്, പലപ്പോഴും നമ്മുടെ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആഗ്രഹം എന്ന് പറയുന്നത്, ആർക്കും ഉണ്ടാവുന്ന ഒരു ആഗ്രഹമാണെന്ത്, ഒരുപാട് ക്ലാസ്സുകൾ കിട്ടുക എന്നുള്ളതാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുക.
അല്ലെ? ഇപ്പോ പലപ്പോഴും നമുക്ക് ഗ്രൂപ്പിലൊക്കെ ഉണ്ടാവാറുള്ള അനുഭവം, ഒരു ഏരിയയിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് നമുക്ക് ലഭിക്കും. അതോടൊപ്പം ആ ക്ലാസ്സിന്റെ മിക്കവാറും ചിലപ്പോൾ PPTയുടെ PDF, അതിനോട് കൂടെ തന്നെ പ്രിന്റ് എടുക്കാനുള്ള മറ്റൊരു PDF കൂടി ലഭിച്ചാലും, അഥവാ ചിലപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ടിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അതുപോലും അന്വേഷിച്ച് വരുന്നവരാണ് നമ്മൾ. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് അതൊരു പോരായ്മയായിട്ടല്ല, മറിച്ച് അവിടുന്ന് നമ്മൾ ഇനി മാറണം. ഇത്രയും വർഷം പഠിച്ച് നമ്മൾ ഇനിയും ഇതേപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ആശ്രയിക്കുന്നതിലുപരിയായിട്ട് നേടിയ അറിവുകൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നിടത്തായിരിക്കും നമ്മുടെ വിജയം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് PSC പഠിതാക്കൾ, നെറ്റ് പഠിതാക്കൾ, ഇങ്ങനെ ഒരുപാട് മേഖലയിലുള്ള നമ്മൾ ഒരു അറബിക് ടീച്ചർ ആവുക, അതേപോലെ തന്നെ ഒന്ന് രണ്ട് ഈ അക്കാദമിക് തലങ്ങളിലുള്ള വിഷയങ്ങളിൽ മാത്രം, അല്ലെങ്കിൽ ആ ഒരു ജോബിൽ മാത്രം ഒതുങ്ങി നിൽക്കുക എന്നതിലുപരിയായിട്ട് ഒരുപാട് സാധ്യതകൾ നമ്മുടെ മുമ്പിൽ ഉണ്ട് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ലഭിക്കുന്നതോടൊപ്പം ആ തലങ്ങളിലേക്ക് ഉയരാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം എന്ന നിലയിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു കോഴ്സ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഒരു വർഷത്തെ കോഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ ആഴ്ചയിൽ നമുക്ക് 2 ക്ലാസ് ആണുള്ളത്. നേരത്തെ നസറുദ്ദീൻ സാർ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. പക്ഷെ ആ 2 ക്ലാസ് മാത്രമല്ല, അതിനോട് കൂടെ ഓരോ ക്ലാസ്സും ആക്ടിവിറ്റി ഓറിയന്റഡ് ആണ്. ഒരു ക്ലാസ് കഴിഞ്ഞ് തൊട്ടടുത്ത ക്ലാസ് വരെ നമുക്ക് ആക്ടിവിറ്റി എന്താണോ ലഭിക്കുന്നത് അത് കൃത്യമായി നമ്മൾ പിന്തുടരുന്നു എന്ന് ഉറപ്പുവരുത്താൻ നമ്മൾ ഓരോരുത്തരും സന്നദ്ധരാവുന്നിടത്താണ് ഈ ഒരു കോഴ്സ് നമുക്ക് പ്രയോജനപ്പെടുക. അങ്ങനെ നിങ്ങൾ കൂടെ ഉണ്ടോ, ഇൻഷാ അല്ലാഹ് ഈ കോഴ്സ് എന്താണോ ലക്ഷ്യമാക്കുന്നത് ആ തലങ്ങളിലേക്ക് ഉയരാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും എന്നുള്ളതാണ് എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത്. അങ്ങനെ നിങ്ങൾ കൂടെ ഉണ്ടാവണം, അല്ലെങ്കിൽ കൂടെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ് ഈ ഒരു ഉദ്ഘാടന സെഷൻ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുന്നത്. ഏറ്റവും മനോഹരമായ രൂപത്തിൽ നമുക്ക് എന്താണോ ഫോക്കസ് മുസ്തഖ്ബൽ ലക്ഷ്യമാക്കുന്നത് ആ അർത്ഥത്തിൽ തന്നെ ഈ ഒരു ഉദ്ഘാടന പ്രോഗ്രാം ഭംഗിയാക്കിയ ഡോക്ടർ മുഹമ്മദ് ഫവാസ് സാറിന് പ്രത്യേകമായ കൃതജ്ഞത ഫോക്കസ് അക്കാദമിയുടെ പേരിൽ പ്രത്യേകമായി അറിയിക്കുകയാണ്. ഫോക്കസ് ഫാമിലിക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായി അറിയിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് സാറിന്റെ ആ ഒരു സംസാരം തന്നെ മിക്കവാറും ഒരുപാട് ആളുകൾക്ക് പ്രചോദനമാവും എന്നുള്ളത് തന്നെയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ അത് പ്രചോദനമായിട്ടുണ്ട്. ആ അർത്ഥത്തിൽ ഇൻഷാ അല്ലാഹ് ഭാവിയിൽ ഈ ഒരു കോഴ്സുമായി മുന്നോട്ട് പോകുമ്പോൾ ഒരു വർഷം പൂർത്തിയാവുക എന്നുള്ളത് മാത്രമല്ല, മറിച്ച് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ മിക്കവാറും നിങ്ങൾ ഈ പറഞ്ഞ പോലെ നീങ്ങുകയാണെങ്കിൽ മിക്കവാറും നമ്മളിപ്പോ ഇങ്ങനെ ഇടക്കിടക്ക് ഗ്രൂപ്പിൽ പോസ്റ്റർ ഇറക്കേണ്ടി വരും. എന്ന് വെച്ചാൽ പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഇന്ന ഏരിയയിൽ ജോബ് ലഭിച്ചു എന്ന് പറഞ്ഞ് ഫോക്കസ് ഫാമിലിയിൽ നിന്ന് ഇനി ഓരോരുത്തരും ഉണ്ടാവും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ അർത്ഥത്തിൽ എല്ലാവർക്കും സമീപ ഭാവിയിൽ തന്നെ ഉയരങ്ങളിലെത്താൻ ഈ ഒരു കോഴ്സ് കൂടെ സഹായകമാവട്ടെ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇതുവരെ നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയ ഫോക്കസ് അഡ്മിൻസ്, അതുപോലെ തന്നെ ഡോക്ടർ മുഹമ്മദ് ഫവാസ് സാർ, എല്ലാറ്റിലും ഉപരി ഫോക്കസ് ഫാമിലി അംഗങ്ങൾ എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഈ ഒരു പ്രോഗ്രാം ഇവിടെ അവസാനിച്ചതായിട്ട് അറിയിക്കുന്നു. ശുക്രൻ അലാ ഹുസ്നി ഇസ്തിമാഇക്കും വതആവുനിക്കും. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.